നമ്മുടെയൊക്കെ പക്കൽ ബൈബിളുണ്ട്. ഈ ബൈബിൾ എന്ന പദം നിഷ്പാദിച്ചിട്ടുള്ളത് ടാ ബിബ്ലിയ എന്ന ഒരു ഗ്രീക്ക് സംജ്ഞയിൽ നിന്നാണ്. ടാ അത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ബഹുവചനത്തോടൊപ്പം ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുമ്പോൾ ടാ എന്നും ഏകവചനത്തോടൊപ്പം ടോ എന്നുമാകും. ടോ ബിബ്ലോസ് അതിൻ്റെ അർത്ഥം ദ ബുക്ക് എന്നാണെങ്കിൽ ടാ ബിബ്ലിയ അതിൻ്റെ അർത്ഥം ദ ബുക്സ് എന്ന ബഹുവചനമാകുന്നു. ഈ പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ബൈബിൾ എന്ന പദം നിഷ്പാദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ബൈബിളിന്, ഈ പുസ്തകത്തിന് ഈ പദം നൽകിയത്, ഈ പേര് നൽകിയ ആളിൻ്റെ പേര് ജോൺ വിക്ലിഫ് എന്നായിരുന്നു. 1382 ഇംഗ്ലണ്ടിലെ ജോൺ വിക്ലിഫ് ഈ പുസ്തകത്തിന് ബൈബിൾ എന്ന് പേര് നൽകുകയും അദ്ദേഹം ബൈബിളിലെ ചില ഭാഗങ്ങൾ അന്ന് നിലവിലിരുന്ന വ്യവസ്ഥിതികളെ വെല്ലുവിളിച്ചുകൊണ്ട് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. അതിൽ അദ്ദേഹം നേരിട്ട വിപത്തും ഭീഷണിയും വിവരണാതീതമായ ഒന്നായിരുന്നു. ഞാനതുവഴി ഒന്ന് വരുന്നത്, ബൈബിളിനെക്കുറിച്ചുള്ള പ്രാഥമിക അറിവില്ലാത്ത ഏതെങ്കിലും ഒരാളെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ അവർക്ക് പ്രയോജനം സിദ്ധിക്കേണ്ടതിനാണ്. ഞാൻ പറയട്ടെ, ഈ ബൈബിൾ പണ്ട് പരിമിതമായ ഭാഷാന്തരങ്ങളെ നിലവിലുണ്ടായിരുന്നുള്ളൂ. ആ ഭാഷാന്തരങ്ങളുടെ ഒരേകദേശ എണ്ണം പറയുന്നത് എളുപ്പമാണ്. ആദ്യത്തെ ബൈബിൾ പരിഭാഷ പഴയ നിയമത്തിനാണ് ഉണ്ടായത്, യേശു ക്രിസ്തുവിന് മുമ്പ്. അതിൻ്റെ പേര് സെപ്റ്റുവജൻ്റ് എന്നായിരുന്നു. സപ്തതി 70 പണ്ഡിതന്മാർ ചേർന്ന് ബൈബിളിൻ്റെ പഴയ നിയമം അന്നത്തെ ആധികാരികമായ ലോകഭാഷയാകുന്ന ഗ്രീക്കിലേക്ക് നടത്തിയ മൊഴിമാറ്റമായിരുന്നു ആദ്യത്തെ പരിഭാഷ. അത് ടോളമി ഫിലാഡൽഫസ് എന്നറിയപ്പെടുന്ന ഒരു രാജാവിൻ്റെ നേതൃത്വത്തിൽ നടന്നു. ചരിത്രപ്രസിദ്ധമായ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ഈ പുസ്തകം ധാരാളം ചർച്ച ചെയ്യപ്പെടുന്നതിനൊക്കെ അന്ന് അത് കാരണമായി. പിന്നീട് ഗ്രീക്ക് പുതിയ നിയമം കൂടി രൂപവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ബൈബിൾ ഗ്രീക്കിലും അതുപോലെ തന്നെ എബ്രായയിലും മാത്രം കിട്ടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. വളരെ പെട്ടെന്ന് അരാമിക് എന്ന യഹൂദൻ്റെ സംസാര ഭാഷയിലും ഒരു ബൈബിൾ പരിഭാഷയുണ്ടായി. അതിനെ വിളിച്ച പേര് താർഗൂം എന്നായിരുന്നു. ഈ താർഗൂമിന് ശേഷം സുറിയാനി ഭാഷയിലും ഒരു ബൈബിൾ ലഭിക്കുകയുണ്ടായി. അതിനെ വിളിച്ച പേര് പെഷിറ്റ എന്നായിരുന്നു. തദനന്തരം ഉണ്ടായ ഏറ്റവും വികാസം പ്രാപിച്ച ഒരു ബൈബിൾ പരിഭാഷ ലാറ്റിൻ ഭാഷയിലായിരുന്നു. ലത്തീൻ അഥവാ റോമക്കാരുടെ ഔദ്യോഗിക ഭാഷയിൽ ഒരു ബൈബിൾ ഉണ്ടായി. അതിൻ്റെ പേര് വൾഗേറ്റ് എന്നായിരുന്നു. അതിന് വുൾഗാത്ത എന്ന മലയാള ലിപ്യന്തരീകരണവും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ലാറ്റിൻ വൾഗേറ്റ് വരെയുള്ള പരിഭാഷ കൊണ്ട് ഏതാണ്ട് ഈ ബൈബിൾ പരിഭാഷ നിലച്ചു. എന്തായിരുന്നു കാരണം എന്നറിയണ്ടേ? സുവിശേഷ വിരോധികളോ അക്രമികളോ ഭരണകൂടമോ എന്നും എതിർത്തിട്ടല്ല, മറിച്ച് അന്ന് ഇത് കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട റോമിലെ പ്രസിദ്ധന്മാരായ ആ ക്രൈസ്തവ സഭയുടെ മതമേധാവികൾ അരുളി ചെയ്തു, ഈ പുസ്തകം വ്യാഖ്യാനിക്കാനും അത് പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമുള്ള അധികാരം നിഷിദ്ധമായിട്ടുള്ളത് ഞങ്ങൾ പുരോഹിതന്മാരിലാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈ ബൈബിൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ ഞങ്ങളിൽ നിന്ന് കേൾക്കാൻ മാത്രം തയ്യാറായിക്കൊള്ളണം. അതുകൊണ്ട് ഈ ബൈബിൾ ഇനി ലാറ്റിൻ ഒഴിച്ചുള്ള ഒരു ഭാഷയിലും പരിഭാഷപ്പെടുത്തിക്കൂടാ. അന്ന് ക്രൈസ്തവ സഭയുടെ പ്രത്യേകത എന്താണെന്നറിയണ്ടേ? രാജാധികാരം കൂടി ക്രൈസ്തവ സഭയ്ക്കുണ്ടായിരുന്നു. ആരാകണം രാജാവ്, ആ രാജാവ് എന്തു ചെയ്യണം എന്നുകൂടി നിഷ്കർഷിക്കുവാനുള്ള അധികാരം അന്നത്തെ ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഒരർത്ഥത്തിൽ ഈ രാജാവ് ഒരു പാവയെപ്പോലെ ഈ ക്രൈസ്തവ സഭയ്ക്ക് വഴങ്ങേണ്ട സ്ഥിതി വന്നു. എന്നാൽ കരുത്തന്മാരായ ചില രാജാക്കന്മാർ വന്നിട്ട് ഈ മതമേധാവിത്വത്തെ ഒതുക്കിയിട്ട് അവർ പൊളിറ്റിക്സ്, അതിൻ്റെ ശക്തി സവിശേഷതകളൊക്കെ മതത്തിൻ്റെ മീതെ അടിച്ചേൽപ്പിച്ച് ഒതുക്കുമായിരുന്നു. വീണ്ടും ചില കരുത്തന്മാരായ പുരോഹിതന്മാർ വന്നിട്ട് രാജാവിനെ ഒതുക്കുമായിരുന്നു. ചുരുക്കത്തിൽ എ ക്ലാഷ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ദ ചർച്ച്. സഭയും സംസ്ഥാനവും രാഷ്ട്രവും തമ്മിലുള്ള സംഘട്ടനം ഇങ്ങനെ മൂർച്ഛിച്ചിരിക്കെ ഈ മതഗ്രന്ഥത്തിലൊന്നും കടന്ന് പെട്ടെന്ന് ആർക്കും ഇടപെടാൻ കഴിയാത്ത വിധം മതം അതിൻ്റെ കാഠിന്യതയോടെ ശക്തിയോടെ വർദ്ധിക്കും കാലത്ത് ഇതാ വരുന്നു ക്രൈസ്തവ സഭ മേലാളന്മാരുടെ മേധാവികളുടെ ഒരു തിട്ടൂരം, ഒരാജ്ഞ. ഈ പുസ്തകത്തിൽ ഞങ്ങളറിയാതെ ഇനി ആരും കൈവച്ചുകൂടാ. ഞങ്ങൾ പ്രസംഗിക്കും, നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ പഠിപ്പിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞങ്ങൾ ഉത്തരവിടും, നിങ്ങൾ അനുസരിക്കണം. ഞങ്ങൾ ആജ്ഞാപിക്കും, നിങ്ങൾ ശിരസാ വഹിച്ചു കൊള്ളണം. അങ്ങനെ തിരുമേനിമാരും ഐമേനിമാരും എന്ന നിലയിൽ
കേൾവിക്കാരനും പ്രഭാഷകനും എന്ന നിലയിൽ രണ്ടുവിധ വിഭാഗീയ ശക്തികൾ ഉടലെടുത്തു. യേശു വിഭാവനം ചെയ്ത, അപ്പോസ്തലന്മാർ പഠിപ്പിച്ച, പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ആദിമസഭയുടെ പൈതൃകവും രൂപഭാവങ്ങളുമൊക്കെ ഏകദേശം ബലികഴിച്ചുകൊണ്ട് ക്രൈസ്തവ സഭ ഒരു മതമായി അതപ്പതിച്ചു വരുന്ന ആ കാലഘട്ടത്തിൽ വീണ്ടും ചില വസ്തുതകൾ നടമാടി. ഒരു സഭയുടെ നിലനിൽപ്പിൻ്റെ ആധാരം കെട്ടുറപ്പുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് അല്ല, ആധിപത്യമുള്ള അധികാരികളോ കേന്ദ്ര നേതൃത്വമോ അല്ല, സർക്കുലർ അയക്കാൻ ശക്തിയുള്ള ഓഫീസുകളോ ലെറ്റർപാടോ സീലോ അല്ല. ക്രൈസ്തവ സഭയുടെ അധികാരവും ശക്തിയും നിയോഗിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. ആ ദൈവകൃപ ചോർന്നു പോകുന്നിടത്തൊക്കെ ഇത് വീര്യം കെട്ട നിറം കെട്ട ഒരു മതമായി അതപ്പതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ തിരിച്ചറിയട്ടെ, ഇത് മതമല്ല, ഒരു ജീവിതചര്യയാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവജനത്തെ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന ജീവിതചര്യയുടെ പേരാണ് ക്രൈസ്തവ സഭയെങ്കിൽ ആ ക്രൈസ്തവ സഭയുടെ അഭിമാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമുണ്ടെങ്കിൽ അതാ ഉള്ള ദൈവമക്കളെയെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതില്ലാത്തിടത്ത്, ആത്മനിറവില്ലാത്തയിടത്ത്, വെളിപ്പാടില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കും എന്നൊക്കെയാണല്ലോ തിരുവെഴുത്ത് പറയുക. അതുകൊണ്ട് അത്തരം മര്യാദകൾ ലംഘിക്കപ്പെടുന്ന അന്നത്തെ സ്ഥിതിവിശേഷം, അവരുടെ നിലനിന്നിരുന്ന മതമേധാവിത്വം, വൃത്തിഹീനമായ ഒത്തിരി ജീവിതചര്യകൾ ജനത്തിൻ്റെ മുമ്പിൽ വച്ചു. പാപം ചെയ്യുന്ന മനുഷ്യന് പാപത്തെ പരിഹരിക്കാനുള്ള വഴിയായി പാപമോചന ചീട്ടു വിറ്റു. അന്ന് പുരോഹിതന്മാരുടെ ജീവിതം അരാജകത്വം നിറഞ്ഞതായിരുന്നു. കാരണം അവരെ ചോദ്യം ചെയ്യാൻ ആരും ഒരുമ്പെടാതെ വന്നോ, ഭയമായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവർ വിശ്വസിച്ചു, ഞങ്ങൾക്ക് എന്ത് തെറ്റ് ചെയ്യാനുമുള്ള അവകാശവും അധികാരവുമുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു, ദൈവമാണ് ഞങ്ങളെ ആക്കിയത്, ദൈവമാണ് നിയോഗിച്ചത്, അതുകൊണ്ട് ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് ജനത്തോട് പറഞ്ഞു പഠിപ്പിച്ചു, ബോധിപ്പിച്ചു. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവം തരാത്ത ഒരധികാരവും നമുക്കില്ല എന്ന് ആദ്യം ചിന്തിച്ചട്ടെ. യേശു കർത്താവേ, അങ്ങ് വന്നിരുന്നില്ലെങ്കിൽ, അങ്ങൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാനൊരു വട്ടപൂജ്യമായിരുന്നു. ആ ബോധമുള്ളത് ഒരു ഉയർന്ന ബോധമാണ്, അത് ചെറിയ ബോധമൊന്നുമല്ല. ആ വലിയ ബോധമുള്ളവരാണ് ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരു ബൈബിൾ ക്ലാസ്സിൽ ദൈവവചനം ഇങ്ങനെ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഈ കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ധന്യനായ പൗലോസ് എന്ന അഭിഷിക്ത മിഷനറി ഇറങ്ങിയിരുന്നില്ലെങ്കിൽ, അത്രയും ശുഷ്കാന്തിയോടെ സമർപ്പണത്തോടെ ഇറങ്ങിത്തിരിക്കുന്ന ഒരാളില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ ക്രൈസ്തവ സഭയുടെ സ്ഥിതി? ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഒരു ദോഷവും വരാൻ പോകുന്നില്ല. പൗലോസേ, താങ്കൾ കൊള്ളൂല, തനിക്ക് താല്പര്യമില്ലെന്നറിഞ്ഞാൽ ഇതിലും കരുത്തനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ഉന്നതൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന ഞാനും നീയുമല്ല വലുത്. ഇവിടെ ശബ്ദം കേൾക്കുന്ന നിങ്ങളല്ല വലുത്, ഞാനല്ല വലുത്. ഇവിടെ നിൽക്കുന്ന പ്രഭാഷകനോ പാട്ടുകാരനോ അല്ല വലുത്. പിന്നെയോ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് എനിക്കും നിനക്കും വിലയും നിലയും പദവിയും ഉണ്ടായതെങ്കിൽ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഇതാ ആദിമകാല ക്രൈസ്തവ സഭ അങ്ങ് അഹങ്കരിച്ചാറാടിയില്ലേ? എന്തുപറ്റി? ആ വിലക്കുകളെയൊക്കെ ലംഘിച്ചു കണ്ട് ഒരുവൻ ഈ ബൈബിൾ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്യാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ വിക്ലിഫ് എന്നായിരുന്നു. വിക്ലിഫ് ആദ്യത്തെ 4 സുവിശേഷങ്ങൾ പരിഭാഷപ്പെടുത്തി. ആ പരിഭാഷ ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ എത്തിയപ്പോൾ അതുണ്ടാക്കിയ റിസൾട്ട് വളരെ വലുതായിരുന്നു. ചെറുപ്പക്കാരൊക്കെ സുവിശേഷം വായിച്ചു. യോഹന്നാൻ്റെ സുവിശേഷവും ലൂക്കോസിൻ്റെ സുവിശേഷവും മത്തായിയും ഒക്കെ വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, മതം പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തനായൊരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ അവർ കണ്ടു. വിവിധ ഇടങ്ങളിൽ പ്രാർത്ഥന കൂട്ടായ്മകൾ ആരംഭിച്ചു. ആ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ശക്തിപ്പെട്ടു. കരുത്തുറ്റ ആ പ്രാർത്ഥനാ കൂട്ടായ്മകളിലൂടെ ജനം സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മതമേധാവിത്വത്തിൻ്റെ അത്തരം തിട്ടൂരങ്ങൾ കേൾക്കാൻ ആളില്ലെന്ന് വന്നു. അവരത്തരം യോഗങ്ങളിൽ സമ്മതിക്കാതായി. അതൊക്കെ പൊളിഞ്ഞു തകരാൻ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ആരാണിതിൻ്റെ പിന്നിലെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ഊർജം പകർന്നതെന്ന് അന്വേഷിച്ചു തന്നപ്പോൾ പിടികിട്ടി, ജോൺ വിക്ലിഫാണ് ചെറുപ്പക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ഇത്തരം പ്രാർത്ഥനകളും യോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ പിടികിട്ടി, അന്ന് നിലവിലിരുന്ന നിയമവ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം ഇതാ ബൈബിൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് വിക്ലിഫിന് കിട്ടിയ പാരിതോഷികം എന്നറിയണ്ടേ? അതിദാരുണമായ മരണം, ഭീകരമായ വധശിക്ഷ. ഒന്നാലോചിച്ച്, ഈ പുസ്തകത്തിന് ബൈബിളെന്ന് പേരിടുകയും ഇന്ന് ലോകത്തെ മുഴുവൻ ക്രൈസ്തവരും ബൈബിളെന്ന് പേരിട്ടതിനെ ആരാധനയോടെ വിളിക്കുമ്പോൾ
ആ പേര് നൽകിയ മനുഷ്യന് അന്നത്തെ ക്രൈസ്തവ സഭ കൊടുത്ത ശിക്ഷ ദാരുണവധം. പക്ഷെങ്കിൽ ആ മനുഷ്യൻ മരിച്ചു. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സംഭാവനയുടെ അലയൊലികൾ പ്രപഞ്ചമെങ്ങ് ശക്തിപ്പെട്ടപ്പോൾ, ഇംഗ്ലീഷ് ലോകം മുഴുവൻ ആ പുസ്തകം വായിച്ചു ഗ്രഹിച്ചപ്പോൾ അവിടം കൊണ്ടും തീർന്നില്ല. ചെറുപ്പക്കാരെ ഉള്ളിൽ നിറയപ്പെട്ട ആത്മശക്തി ചോർത്തിക്കളയാൻ ആ ശിക്ഷയ്ക്കൊന്നും കഴിഞ്ഞില്ല. അറിയുക സുവിശേഷത്തെയും അതിൻ്റെ പ്രചരണത്തെയും ദൈവജനത്തിൻ്റെ ശക്തിയെയും എന്നും നിഷ്കാസിതമാക്കാൻ ലോകത്തിലെ ഭരണകൂടങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും മുമ്പിൽ തോറ്റുകൊടുക്കാത്ത അജയ്യമായ മാർഗത്തിൻ്റെ പേരാണ് സുവിശേഷമെങ്കിൽ ഈ ആമുഖ രാത്രിയിൽ തന്നെ ആ സുവിശേഷത്തിൻ്റെ സാരാംശം നമുക്ക് ഉലകത്തോട് മുഴുവൻ ഇങ്ങനെ സംക്ഷേപിച്ച് പറയാം. മറ്റൊരുത്തല്ലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ ശബ്ദം തരുന്ന സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം മിക്കയിടത്തും മറ്റൊരുത്തിൽ രക്ഷയില്ലെന്ന് പറയുമ്പോൾ അവർ ശബ്ദം താക്കും. ബാക്കി ഏതും കേട്ടോട്ടെ, ഇത് മാത്രം കേൾക്കാൻ സമ്മതിക്കില്ല. ഞാൻ പരീക്ഷിക്കായിരുന്നു എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ ആരെയും കുറ്റം പറയുന്ന ഒരാളല്ല. എവിടെ ചെന്നാൽ ഉള്ളത് സഹിച്ചു പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് മൈക്കാരെയും പറയില്ല, പാട്ടുകാരെയും പറയില്ല. ഇതങ്ങ് സഹിച്ചു പോകും. എന്ത് സഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാണല്ലോ കർത്താവിൻ്റെ വിലയ്ക്ക് അറിഞ്ഞത്. അതുകൊണ്ട് മൈക്കൊത്തില്ല, സൗണ്ട് ഒത്തില്ല, പാട്ടൊത്തില്ല, ആഹാരം ഒത്തില്ല, വണ്ടിക്കൂലി ഒത്തില്ല. ഇതൊക്കെ തരാമെന്ന് പറഞ്ഞല്ലല്ലോ കർത്താവ് ഇറക്കിയത്. പക്ഷെങ്കിൽ ചിലടത്ത് ചെന്ന് കഴിഞ്ഞാൽ ബാക്കി ഏതിനും സൗണ്ട് ഇങ്ങനെ തള്ളിക്കൊടുക്കും. മറ്റൊരുത്തിലും രക്ഷയില്ലെന്ന് പറയുമ്പോൾ ഭൂതം അവൻ്റെ മണ്ടേ കയറും. എന്നിട്ടത് ഈ വണ്ട് മൂളുന്ന ശബ്ദത്തിൽ ഈ ശബ്ദാങ്ങ് ചെല്ലില്ലേ. എന്നിട്ട് പറയും അത് അങ്ങനെ ആയിപ്പോയി, ഇതിങ്ങനെ ആയിപ്പോയി, അപ്പുറത്തെ ഇങ്ങനെയാണ്, സിസ്റ്റം പുതിയതാണ്. സിസ്റ്റം പുതിയതാണ്, പക്ഷെ മനുഷ്യന് കേൾക്കത്തില്ലേ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തെല്ലാം അടവുകൾ പോട്ടെ. അപ്പോൾ അത് ഓർത്തപ്പോൾ ഒരു കഥ കൂടി പറയാം. നിങ്ങൾ ഉറങ്ങണ്ട. ഉറങ്ങണ്ട എന്ന് പറയാൻ കാരണം, ഞാൻ ഈ പ്രകോപിപ്പിച്ച ആളുകളെ കൊണ്ട് സ്തോത്രം പറയിപ്പിക്കുന്ന ഒരാളോ ഹല്ലേലൂയ പറയുന്ന ആളോ അല്ല. എല്ലാവരും ഹല്ലേലൂയ ഈ സ്തോത്രം പറയണം, പക്ഷെ അത് എൻ്റെ ചെലവിൽ വേണ്ട എന്ന് ചിന്തിച്ചൊരാളാണ് ഞാൻ. സ്വന്തം മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുന്ന എൻ്റെ ഒരു രീതി. അന്യൻ്റെ ചെലവിൽ ദൈവത്തെ സ്തുതിച്ചിട്ട് എന്താ ഗുണമുള്ളത്? നമ്മുടെ ചെലവിലാകട്ടെ സ്തോത്രവും ഹല്ലേലൂയയൊക്കെ. അതുകൊണ്ട് ചില ആളുകൾ ഈ സൗണ്ട് ചെക്ക് ചെയ്യാനാണ് പ്രൈസ്തലോട് പറയുന്നത്. ഹല്ലേലൂയയൊക്കെ പറയുന്നത് എന്തിനാ? എന്നിട്ട് എന്തെല്ലാം ഗോഷ്ഠികളായി ആരാധനിക്കുന്നത് കാണിക്കണ്ടേ? വണ്ടിയുടെ വൈപ്പർ ആടുന്ന പോലെ നമ്മുടെ കൈയിട്ട് ആട്ടുക. എന്നിട്ട് പറയാ പോരെന്ന്. നമുക്കൊരു ഹല്ലേലൂയ പറഞ്ഞാണ്ട് പറയാ പോരാ. ഈ പോരെന്ന് തീരുമാനിക്കാൻ ഇങ്ങനാരാ? നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ നമ്മൾ മനന്നൊന്ന് ആരാധിക്കുമ്പോൾ, സന്തോഷത്തോടെ ആരാധിക്കുമ്പോൾ കണ്ടവൻ പറയുക പോരെന്ന്. ഇതൊക്കെ മാറണ്ടേ? ഈ ശൈലിയൊക്കെ മാറണം. ഞാൻ എത്ര സ്തുതിച്ചാലും പോരാന്നൊക്കെ ആളുകൾ പറഞ്ഞ കാര്യം ഓർത്തപ്പോൾ ഞങ്ങൾ ഉറങ്ങില്ല. ശ്രദ്ധിച്ചേ, ഒരു യോഗത്തിൽ 3-4 ദിവസം ഉപവാസം ഇരുന്ന ഒരമ്മച്ചിയുടെ അടുത്തിട്ട് ഈ കർത്തൃമേശയും കൊണ്ട് പാസ്റ്റർ വന്നു. ഫാസ്റ്റിങ് തീരുക. അമ്മച്ചി എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ നല്ലൊരു ഭാഗം എടുത്തുകൊണ്ട് പോയി ഞാൻ കഴിച്ചു. പാസ്റ്റർ വാങ്ങി വഷിപ്പീൻ എന്ന് പറഞ്ഞത് കൊണ്ട് നടക്കുകയാണ്. അടുത്തത് ചെല്ലുമ്പോഴായിരുന്നു സംഗതി ഇല്ല. പിന്നെ ദൈവാസനൊരു പരിജ്ഞാനം ഉള്ളതുകൊണ്ട് അദ്ദേഹം എങ്ങനെയോ വേറൊന്നും എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ കാര്യമെല്ലാം അങ്ങ് പരിഹരിച്ചിട്ട് ഈ വല്ലാതെ ഈ അപ്പത്തിൻ്റെ പാതി അടിച്ച് തീർത്ത് അമ്മച്ചി ഇത് കഴിഞ്ഞ് വിളിച്ചിട്ട് ചോദിച്ചു, അതെന്തോ പണി ഞങ്ങളാ കാണിച്ചേ? അതോടെ എൻ്റെ ദൈവാസനെ, എൻ്റെ കർത്താവിൻ്റെ ശരീരം എത്ര തിന്നാലും എനിക്ക് മതി വരികയല്ല. മനസ്സിലായോ? വീണെടുത്തിറന്നുരുളുക. വിശന്നിതെല്ലാം അടിച്ചിട്ട് പറയാം എൻ്റെ കർത്താവിൻ്റെ ശരീരം, ഒരു വൈബ്രേഷനൊക്കെ ഇട്ട് പറയുക എത്ര തിന്നാലും എനിക്ക് മതി വരികയല്ല. എന്തിനാ അടവെടുക്കുന്നത്? അപ്പം വിക്ലിഫിലേക്ക് വരാം. ഉറങ്ങല്. ജോൺ വിക്ലിഫ് പരിഭാഷപ്പെടുത്തി അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. പക്ഷെ പ്രതികാരം അവിടെ കൊണ്ട് തീരാതെ 38 ആണ്ടുകൾക്ക് ശേഷം അദ്ദേഹം മരിച്ചുറങ്ങുന്ന കുഴിമാടം തുരന്ന് അസ്ഥികൾ പുറത്തെടുത്ത് കത്തിച്ച് ചാമ്പലാക്കി നദിയിലൊഴുക്കിക്കൊണ്ട് മതമേധാവിത്വം പറഞ്ഞു, ഞങ്ങളുടെ അനുമതി കൂടാതെ ഈ പുസ്തകത്തിൽ തൊടുന്നവൻ മരണം കൊണ്ടും ശിക്ഷ അവസാനിക്കില്ല, മറിച്ച് മരണശേഷവും ഞങ്ങൾ അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ വചനം പറയുന്ന അഭിഷിക്തന്റെ മരണശേഷവും അവൻ്റെ പ്രവൃത്തി അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. തീക്കുണ്ടത്തിലിട്ട് അസ്ഥിയെ കത്തിച്ച് കളഞ്ഞവന്റെ പേര് ചരിത്രം വിസ്മരിച്ച് കളഞ്ഞപ്പോൾ ജോൺ വിക്ലിഫിന്റെ പേര് ബൈബിൾ നിലനിൽക്കുന്നിടത്തോളം, പ്രഭാഷകരുള്ളിടത്തോളം ഉലകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാൻ കാരണം എന്താ?
തൻ്റെ നാമത്തിൽ ജീവനെ സംരക്ഷിക്കാൻ ശ്രമിച്ചവനൊക്കെ അതിനെ കളഞ്ഞപ്പോൾ അതിനെ കളയാൻ തുനിഞ്ഞിറങ്ങിയവൻ്റെ ചരിത്രമെന്ന് ഓർമ്മപ്പെടുത്താൻ ദൈവത്തിന് ഹിതമായി. അതുതന്നെയാണ് കാരണം. അതുകൊണ്ട് പിന്നെയും കാലം മുമ്പോട്ട് പോയി. 1535 ആകുമ്പോഴേക്കും ഇംഗ്ലണ്ടിൽ മറ്റൊരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചു. വില്യം ടിൻഡെയിൽ. ടിൻഡെയിൽ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം പുതുനിയമം മുഴുവൻ ഇംഗ്ലീഷിലേക്കാക്കി, ലാറ്റിനിൽ നിന്ന്. അത്രയും ചെയ്തിട്ട് തദനന്തരം അദ്ദേഹം പഴയ നിയമത്തിലേക്ക് കൈയെടുത്തു വച്ചു. വാർത്ത അറിഞ്ഞു മതമേധാവിത്വം. ക്രൈസ്തവ സഭയാണ് അതിന് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു, താങ്കളൊരു പ്രൊഫസറല്ലേ, സാമാന്യ വിവരം വേണ്ടേ? എന്ത് വിവരം? ഞങ്ങളുടെ അനുമതിയും അറിവുമില്ലാതെ ഈ പുസ്തകം പരിഭാഷപ്പെടുത്താൻ താങ്കളോട് ആര് പറഞ്ഞു? അതുകൊണ്ട് എരിയുന്ന തീച്ചൂള കാണിച്ചിട്ട് പറഞ്ഞു, നീ എഴുതിയത് മുതൽ അതിൽ കത്തിച്ച് കളയണം, അല്ലെ നീ ആയിരിക്കും ചാമ്പലാവുക. മറുപടി, അല്ലയോ മതമേധാവിത്വമേ, ഞാനൊരു അധർമ്മിയോ ദുർമാർഗിയോ അല്ല. എൻ്റെ ഉടയവൻ്റെ വചനം എൻ്റെ ജനത്തിൻ്റെ സാമാന്യ ഭാഷയിൽ ഞാനെഴുതി പ്രചരിപ്പിച്ചത് ഒരു പാപമെങ്കിൽ അത്തരം കുറ്റം ആവർത്തിക്കാനാണ് എനിക്കിഷ്ടം. ഇന്ന് രാത്രി അത്തരം കുറ്റം ആവർത്തിക്കാൻ മനസ്സുള്ള ചിലരുടെ താല്പര്യത്തിന് സമർപ്പണത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുസ്തകം പ്രസംഗിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒരു കുറ്റമെന്ന് ലോകത്താര് വിധി കൽപ്പിച്ചാലും അത്തരം കുറ്റം ചെയ്യാൻ മടിയില്ലാത്ത ഒരു പുതിയ ജനതയുടെ ആവിർഭാവത്തിന് ഈ ഗ്രാമം ഒരുങ്ങട്ടെ, യൗവനക്കാർ ഒരുങ്ങട്ടെ. അത് തന്നെ സംഭവിച്ചു. അദ്ദേഹത്തെ പിടിച്ചു കത്തിച്ച് ചാമ്പലാക്കി. അദ്ദേഹം മരണത്തിന് മുമ്പ് ഒന്നുകൂടി വിളിച്ചു പറഞ്ഞു, അല്ലയോ മതമേധാവിത്വമേ, നിങ്ങൾ എന്നെ കത്തിച്ച് ചാമ്പലാക്കുക. എന്നെ കത്തിച്ച് ഈ തീച്ചൂളയിൽ കത്തി അമർന്ന് ഞാൻ തീരുമ്പോൾ ഈ ചാരത്തിൽ നിന്ന് ഒരു കഴുകൻ ചിറകടിച്ചു പറക്കും. ആ കഴുകൻ യൂറോപ്പിൻ്റെ ആത്മീക മണ്ഡലത്തെ മുഴുവൻ ശുദ്ധീകരിച്ചുകൊണ്ട് അനന്തവിഹായസിലൂടെ ചിറകടിച്ച് തലങ്ങും വിലങ്ങും പറക്കും. അവൻ്റെ ചിറകടി ശബ്ദത്തിൻ്റെ മുമ്പിൽ മതമേധാവിത്വത്തിൻ്റെ ഉഗ്രപ്രതാപങ്ങൾ തകർന്നടിയും, കോട്ടകൊത്തളങ്ങൾ ഇടിഞ്ഞു വീഴും. അവൻ്റെ ചിറകടി ശബ്ദത്തെ വരിഞ്ഞു മുറുക്കിക്കെട്ടാൻ ലോകത്തിലൊരു ശക്തിക്ക് സാധിക്കില്ല. എന്തുപറ്റി? രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി തിരുമനസിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തി, രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം ഉണർത്തി. 1561 ആയപ്പോൾ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയില്ലേ, ജെയിംസ് രാജാവ്, ആ രാജാവിന് തോന്നി ഈ പുസ്തകം ഒന്ന് വായിക്കണം. അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് പണം കൊടുത്ത് 47 വിദഗ്ധ പണ്ഡിതന്മാരെ വരുത്തിക്കൊണ്ട് മുഴുവൻ ബൈബിളും ഔദ്യോഗികമായി പ്രസിദ്ധം ചെയ്തു. അങ്ങനെ നമുക്കൊരു ബൈബിൾ കിട്ടി. ഓതറൈസ്ഡ് കിങ് ജെയിംസ് വേർഷൻ, ജെയിംസ് രാജാവിൻ്റെ പരിഭാഷ. അതൊന്നും ഉള്ളതിൽ നല്ലൊരു പരിഭാഷയാണ്. എങ്കിലും ഞാൻ കണ്ടുപിടിച്ച ഒരു ചെറിയ കുറ്റം പറയാതിരിക്കാൻ വയ്യല്ലോ. ഞാൻ എഴുതുന്ന ആളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു മുൻകൂർ ജാമ്യമുണ്ട്. അതുകൊണ്ട് പറയാം. ഇതിനകത്ത് ഈ പരിഭാഷപ്പെടുത്തി വരുന്നവന്മാരൊരു പണി ചെയ്തു. അവർക്ക് ഈ രാജാവിനോടുള്ള പ്രീതിയും ഭക്തിയും നിമിത്തം യാക്കോബിൻ്റെ പേര് തിരുത്തി കളഞ്ഞു, ജെയിംസ് എന്ന്. പുതിയ നിയമത്തിലെ ജേക്കബിന് പകരം എന്താക്കി? ജെയിംസ്. കാരണം രാജാവിൻ്റെ പേരും ജെയിംസാ. ഇരിക്കട്ടെ ചക്രവർത്തി, ഞങ്ങളുടെ വകുപ്പിൽ നിനക്കൊരു മഹത്വം. നോക്കണേ, അതുകൂടി ദൈവമക്കളൊന്നും അറിഞ്ഞിരിക്കണം. ഇത്തരം മഹത്വത്തിനൊന്നും ഈ പുസ്തകം വിട്ടുകൊടുക്കാൻ പാടില്ല. അതിനൊരു അപ്രമാദിത്വമുണ്ട്. പോകട്ടെ, സ്തോത്രം. എനിക്ക് മുമ്പോട്ട് പോകണം. വീണ്ടും അതൊക്കെ അവിടെ നിൽക്കട്ടെ. 1516 1611 KJV ഓതറൈസ്ഡ് കിങ് ജെയിംസ് വേർഷൻ ഉണ്ടാകുന്നത്. സായിപ്പിൻ്റെ കഥയും ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സായിപ്പ് ഈ പുസ്തകം കാണുന്നതിന് മുമ്പ്, ഇത് പഠിക്കുന്നതിന് മുമ്പ്, ഇത് പഠിക്കാനും വായിക്കാനുമൊക്കെ ഭാഗ്യം സിദ്ധിച്ചവൻ്റെ പേരാണ് മലയാളി. നമുക്ക് സംശയമുണ്ടോ? അതുകൊണ്ടാണ് മൂലഭാഷയോട് ഏറ്റവും പൊരുത്തപ്പെടുന്നത് മലയാളത്തിനാണ്. മാത്യു അല്ല ശരി, മത്തായി ആണ് ശരി. മനസ്സിലാകുന്നോ? ലൂക്കല്ല ശരി, ലൂക്കോസാണ് ശരി. യോഹന്നാനാണ് മൂലഭാഷയോട് ചേർന്ന് നിൽക്കുന്നത്. യുഹാന, അതാണ് ശരി പ്രയോഗം. ബെർ യുഹാന ശിമോൻ. നോക്കണം, ദ സൺ ഓഫ് ജോൺ, സൺ ഓഫ് ജോൺ എന്നൊക്കെ ഇംഗ്ലീഷിൽ കിടക്കുക. ബെർ യുഹാന ശിമോൻ, സൺ ഓഫ് സൈമൺ. സൈമൺ അല്ല ശരി, ശിമോനാണ് ശരി. അതൊക്കെ എങ്ങനെ വന്നു എന്ന് നമുക്കൊന്ന് പതുക്കെ ചിന്തിച്ചു പോവാം. നിങ്ങൾക്ക് സന്തോഷമല്ലേ? ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടാൽ ഒരു ഭൂതമൊന്നും വിട്ടുപോകില്ലെന്ന് എനിക്കറിയാം. രോഗി സൗഖ്യമാകുമൊന്നുമില്ല. ഏതായാലും വചനമല്ലേ, അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് അല്പം ഒന്ന് ഗ്രഹിച്ചിട്ട് നമുക്ക് ഉള്ളത്തിലേക്ക് വരുന്നതാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകണം. സന്തോഷമല്ലേ? ശ്രദ്ധിച്ചട്ടെ. അപ്പോൾ ഇതെന്തേ പറയാൻ കാരണം, ഭാരതത്തെക്കുറിച്ചുള്ള രേഖാമൂലമുള്ള ക്രൈസ്തവ സഭയുടെ ചരിത്രം AD 182 തുടങ്ങുന്നത്.
സായിപ്പിന് 1611 സമ്പൂർണ്ണ ബൈബിൾ കിട്ടുന്നതെങ്കിൽ അതിൻ്റെ പരിശ്രമം 1382 തുടങ്ങുന്നതെങ്കിൽ മലയാളി ഈ പുസ്തകം വായിച്ചത് അതിനു മുമ്പായിരുന്നു, 1-ാം നൂറ്റാണ്ടിലേ വായിച്ചു എന്ന് AD 182 ഒരു ചരിത്രം പറയുന്നു. എന്താണ് ചരിത്രം എന്ന് അറിയണ്ടേ? അലക്സാൻഡ്രിയയിൽ നിന്നും ഇന്ത്യ സന്ദർശിച്ച ഒരു സഞ്ചാര സുവിശേഷകനുണ്ടായിരുന്നു. അലക്സാൻഡ്രിയയിലെ ഒരു ബൈബിൾ പഠനകേന്ദ്രത്തിൻ്റെ റെക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന പാൻറ്റീനസ് എന്നറിയപ്പെടുന്ന സഞ്ചാരി കടൽ മാർഗം നമ്മുടെ നാട്ടിലെത്തി. എന്തിനാണ്? അദ്ദേഹം സംസാരിക്കുന്ന കോപ്റ്റിക് ഭാഷയിലെ ബൈബിൾ നമ്മെ ആ ഭാഷ പഠിപ്പിച്ചിട്ട് വായിപ്പിക്കാനുള്ള ശ്രമത്തോടെ ഇവിടെ വന്നു. എന്നിട്ട് അദ്ദേഹം തിരിച്ചുപോയി ഇവിടെ കണ്ടൊരു കാഴ്ച തൻ്റെ ഡയറിയിൽ എഴുതി വെച്ച കുറിപ്പാണ്. ഭാരത ക്രൈസ്തവ സഭയെക്കുറിച്ചുള്ള രേഖാമൂലമുള്ള ആദ്യത്തെ ചരിത്രം. പാൻറ്റിനാസ് ഫ്രം അലക്സാൻഡ്രിയ അദ്ദേഹം എഴുതുന്നു, കുരുമുളകിൻ്റെ നാട് ഞാൻ സന്ദർശിക്കവേ, കുരുമുളകിൻ്റെ നാട് ഞാൻ സന്ദർശിക്കവേ എൻ്റെ ഭാഷയിലെ പുസ്തകം അവരെ പഠിപ്പിക്കാനുള്ള എൻ്റെ ഉദ്യമത്തിൻ്റെ ഭാഗമായിരിക്കവേ അവിടെ ഞാനൊരു കാഴ്ച കണ്ടു. മത്തായിയുടെ സുവിശേഷം എബ്രായ ഭാഷയിൽ വായിക്കുന്ന തദ്ദേശീയരെ ഞാൻ അവിടെ കണ്ടെന്ന്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പഠിപ്പിക്കാൻ ഇവിടെ വന്ന് ക്ലാസ്സും ചാർട്ടുമൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വല്യപ്പൻ ഇത് എഴുതിയ പുസ്തകം ഒറിജിനൽ ഭാഷയിൽ വായിച്ചിട്ട് ചോദിച്ചു, കുഞ്ഞിനെന്തോ അറിയണം, ഇരുന്നാട്ട്. ആ വല്യപ്പൻ്റെ കൊച്ചുമക്കളാ നമ്മളെന്നുള്ള ബോധം, ഒരു ചെറിയ അഭിമാന ബോധമൊക്കെ നമുക്ക് വരട്ടെ. അത് ബൈബിൾ പണ്ടേ വായിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു പൈതൃകവും അഭിമാനവും ഒക്കെ അല്ലേ? സ്തോത്രം. പക്ഷെ നമ്മൾ ഏതിനും എന്ത് ചെയ്യും? സായിപ്പ് പറയുന്നതാണ് വലുതെന്ന് കാണും. അങ്ങനല്ല, യേശു എന്ന പേര് പോലും തെറ്റിച്ച് പറയുന്ന സായിപ്പ് നമ്മൾ കുറേയൊക്കെ ശരിയാ പറയുക. ശരി ഉച്ചാരണം യശ്വ എന്ന് പറയണം. എങ്ങനെ കർത്താവിനെ വിളിക്കേണ്ടത്? യശ്വ. അത് ഏകദേശം ശരിയായി പറയുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അദ്ദേഹം നമ്മൾ പറയും, കുഞ്ഞെ അങ്ങനല്ല, തെറ്റിപ്പോയി, യേശു എന്ന് പറയണം. ശരി പ്രയോഗം യശ്വ. അതിനോട് അടുത്ത് നിൽക്കുന്ന പ്രയോഗം യേശു. അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രയോഗം ജീസസ്. പിടികിട്ടിയോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് ആ പേര് വണ്ടിക്കിട്ടിട്ട് പറയുക, ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. കണ്ടോ? നേരത്തെ കാലത്ത് ചെല്ലത്തുമില്ല. അപ്പം നമുക്കത് വിടാം. അപ്പോൾ യേശു അതാണ് യോഗ്യമായ പേര്. അതൊക്കെ പോകട്ടെ. ഭാരത ക്രൈസ്തവ സഭയുടെ ആ ചരിത്രമൊക്കെ പിന്നെ ഇരുളിലേക്ക് അങ്ങ് പോയി. ആ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ നമ്മുടെ പൂർവികന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഒരു മുത്തുമണിയുടെ പേരാണ് ഏബ്രഹാം മൽപ്പാൻ. അങ്ങ് ലൂതർ ജർമ്മനിയിൽ നടത്തിയ ആ വലിയ സാമൂഹ്യ നവോത്ഥാനത്തെക്കാൾ വലിയ നവോത്ഥാനം കേരളക്കരയിൽ വരുത്തിയ മനുഷ്യൻ്റെ പേരാണ് ഏബ്രഹാം മൽപ്പാൻ. പക്ഷേ എത്ര പേർക്ക് അത് ഗ്രഹിക്കാം? ആരായിരുന്നു മൽപ്പാൻ? ആ പദത്തിൻ്റെ അർത്ഥം പ്രൊഫസർ എന്നാണ്. അന്നത്തെ ക്രൈസ്തവ സഭ കൂടോത്രം, അതുപോലെ തന്നെ മന്ത്രവാദം, അതുപോലെ തന്നെ ഒടിവിദ്യ, യോഗവിദ്യ, മർമാണി വിദ്യ, ഇതൊക്കെ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ കലഹ കൊടുങ്കാറ്റഴിച്ചു വിട്ട ഈ മനുഷ്യൻ എന്തൊക്കെ ചെയ്തു? പള്ളിയുടെ മധുവയ്ക്കകത്ത് കടന്ന് രൂപക്കൂടുകൾ എടുത്തെറിഞ്ഞു, കുരിശടികൾ അടിച്ചു തകർത്തു, കുരിശും മൂടുമൊക്കെ തകർത്തിട്ട് പറഞ്ഞു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ എന്ന് പറഞ്ഞ് അത്തരം സേവകാത്മാക്കളെയൊക്കെ പടിയടച്ച് പുറത്താക്കിയ ഒരു വലിയ നവോത്ഥാന ശില്പിയുടെ പേരാണ് ഏബ്രഹാം മൽപ്പാൻ. സ്നാനമൊഴിച്ചുള്ള വിശുദ്ധ ബൈബിളിലെ ഉപദേശ സംഹിതകൾ ആഴത്തിൽ പഠിച്ച ഏബ്രഹാം മൽപ്പാൻ്റെ ആ ചിന്താസരണി പ്രസരിപ്പിക്കാൻ ദൈവം കണ്ടെത്തിയ അടുത്ത പ്രവാചക ശ്രേഷ്ഠൻ്റെ പേരായിരുന്നു സാധു കൊച്ചുഞ്ഞുപദേശി. കൊച്ചുഞ്ഞുപദേശി സ്നാനപ്പെട്ടയാളാണ്, പക്ഷെ ആരോടും പറഞ്ഞില്ല ആ പരമപ്രധാന രഹസ്യം. അപ്പോൾ സാധു കൊച്ചുഞ്ഞുപദേശിക്ക് ശേഷം കരുത്തോടെ ശക്തിയോടെ സ്നാനം തറപ്പിച്ച് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാൻ വാഗ്മിതയുടെ ആ രാജരഥത്തിൽ സഞ്ചരിക്കാൻ കെൽപ്പുള്ള മഹാകവി KV സൈമൺ സാറിനെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. മലയാളക്കരയോട് ഏറ്റവും ശക്തിയുക്തം മാനസാന്തരം പ്രസംഗിച്ചത് സാധു കൊച്ചുകുഞ്ഞുപദേശിയെങ്കിൽ മലയാളക്കരയോട് താർക്കിക ബോധത്തോടെ ശക്തിയുക്തം സ്നാനം തറപ്പിച്ചു പറഞ്ഞ മഹാരഥന്റെ പേര് KV സൈമൺ സാർ എന്നായിരുന്നു. എന്നാൽ മലയാളക്കരയ്ക്ക് മറ്റൊരു മഹാരഹസ്യം തമ്പുരാൻ പറഞ്ഞു കൊടുത്തു. അത് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവജനത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 2 രൂപപ്പെട്ട തനത് ദൈവസഭയുടെ ആ പൂർവികതയിലേക്കുള്ള തിരിച്ചുപോക്കിനെ കുറിച്ച് ഉറപ്പിച്ചും തറപ്പിച്ചും മലയാളക്കരയെ പഠിപ്പിച്ച നിരവധി ദൈവവൃത്തന്മാരുണ്ട്. അതിൻ്റെ പൂർവികൻ, അതിൻ്റെ തലതൊട്ടപ്പൻ എന്നൊക്കെ പേര് കൊടുക്കാൻ പറ്റുന്നത് പാസ്റ്റർ KE എബ്രഹാം അവർക്കാണ്. തമിഴ് മനസ്സ് ഉപദേശിയുണ്ട്, ഡേവിഡ് ഉപദേശിയുണ്ട്, നിരവധി ആളുകളുടെ ചരിത്രം ജോൺ ക്രിസ്ത്യൻ അരുളപ്പനുണ്ട്. പക്ഷേ അതിൻ്റെ ചരിത്ര പൈതൃകം ആദരണീയനായ KE എബ്രഹാം സാറിനാണ്. പിന്നെയും അനവധി ആളുകൾ ART അതിശയത്തെ പോലുള്ള ദൈവവൃത്യന്മാർ അവരൊക്കെ ആത്മനിറവ് ഉപദേശം തറപ്പിച്ചുറപ്പിച്ച് മലയാളക്കരയെ പഠിപ്പിച്ചു.
നല്ല ചരിത്രം ഇല്ലാത്തവരല്ല, ഇത്രയും ചരിത്രമുള്ള ആർക്കാ. പക്ഷെ ആ ചരിത്രത്തെ പുറകോട്ട് കൊണ്ടുപോകുന്ന ചില പുതിയ ജനസിൽപ്പെട്ട ആളുകളുണ്ട്. ഒരു 15 കൊല്ലം കൊണ്ട് അവർ ചരിത്രത്തെ പുറകോട്ടടിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ 15 കൊല്ലം മുമ്പ് സുവിശേഷ യോഗത്തിന് പോയിരുന്ന ആളുകൾക്ക് ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു വ്യത്യാസം കാണാം. ഇന്നത്തെ യോഗത്തിൽ ചെല്ലുമ്പോൾ പറയും, ഇന്ന് രാത്രി ഇവിടെ ചിലത് നടക്കാൻ പോകുകയാണ്. എന്താണ് എന്ത് ചെയ്താൽ പറയല. ഈ നടക്കുന്ന കാര്യം എന്താണെന്ന് ആമുഖമായി പറഞ്ഞാൽ ഇരിക്കുന്നവൻ്റെ സംശയം മാറിക്കിട്ടും. അപ്പോൾ ആദ്യമായി യോഗത്തിന് വന്നവന് സംശയം, ഏതാണ്ട് ഇവിടെ നടക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ നടത്തി ഞാൻ ഒരച്ഛനോട് ചോദിച്ചു, ഇന്നലെ നിങ്ങൾ പറഞ്ഞു ഏതാണ്ട് ഇവിടെ നടക്കും, ഒന്നും നടന്നില്ലല്ലോ, നാളെ വരാൻ പറഞ്ഞു. പിറ്റേ ദിവസവും ഒന്നും നടന്നില്ല. 3-ാം ദിവസമായി കഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്നോട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ബ്രദറെ അത് ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, അച്ഛൻ ഉദ്ദേശം എനിക്ക് മനസ്സിലായി, എൻ്റെ സംശയം എല്ലാം മാറി. എന്തോ നടക്കുമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് അറിയണ്ടേ, വണ്ടി ഇല്ലാത്തോ നടക്കും. അതെനിക്ക് പിടിയിട്ട് ഇന്ന് രാത്രി ചിലത് നടക്കും. ഇതൊരു 15 കൊല്ലമായുള്ളൂ ഈ നടപ്പ് തുടങ്ങിയിട്ട്. അതിനുമ്പ് വചനമായിരുന്നു. ഇത്തരം യോഗങ്ങളുടെ ഒക്കെ ഒരു അനുഗ്രഹവും സന്തോഷവും ഒക്കെ. ഹല്ലേലൂയ. നമുക്കത്തരം പൂർവികതയിലേക്കൊന്ന് തിരിച്ചു പോകണം. അതല്ലേ എൻ്റെ സന്തോഷം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഈ മലയാളികളായ നമുക്ക് ലക്ഷണമൊത്തൊരു ബൈബിള് തന്നത് ആരാന്ന് ഞാനൊന്ന് പറയാം. മലയാള പരിഭാഷയ്ക്ക് ഈ തുടക്കം കുറിച്ചത് സെനറ്റ് ഓഫ് ഷെറാംബർഗ് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലായ ക്ലോഡിയസ് ബുക്കാനനാണ്. ബുക്കാനൻ മുംബൈയിലെ കൊറിയർ പ്രസ്സിൽ അച്ചടിച്ച ബൈബിളിൻ്റെ ഏതാനും പരിഭാഷ നമുക്ക് കൊണ്ടുതന്നു മലയാളത്തിൽ. അത് 4 സുവിശേഷങ്ങളെ ഉണ്ടായുള്ളൂ. പക്ഷേ ആ സുവിശേഷമൊക്കെ ഇങ്ങനെ സഭയിൽ വായിച്ചപ്പോൾ നമ്മുടെ സഹോദരിമാർ പറഞ്ഞു, കാര്യം ബൈബിളാണെങ്കിലും ഞങ്ങൾ പോയി കഴിഞ്ഞ് നിങ്ങളത് വായിച്ചാൽ മതി. എന്താ കാര്യം? മത്തായിയുടെ സുവിശേഷമല്ലേ, അതിനെന്താ കുഴപ്പം? അതിലെഴുതിയിരിക്കുകയാണ്, അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു എന്നതിന് അബ്രഹാം ഇസഹാക്കിനെ പെറ്റാൻ, ഇസഹാക്ക് യാക്കോബിനെ പെറ്റാൻ. തമിഴ് ചുവയുള്ള ഈ മലയാളം കേട്ടിട്ട് പറഞ്ഞു, ഇത് സംശുദ്ധ മലയാളമല്ല. അതോടെ ആ പുസ്തകം അടച്ചു വെച്ചു. എന്നാൽ കാലം കുറേ മുമ്പോട്ട് പോയപ്പോൾ 1819 ആകുമ്പോഴേക്കും കോട്ടയത്തെ CMS കോളേജിൻ്റെ പ്രിൻസിപ്പലായി മാറിയ റവറൻഡ് ബെഞ്ചമിൻ ബെയ്ലി, അദ്ദേഹം കൊല്ലനെ വിളിച്ച് അച്ചൊക്കെ സ്വയം നിരത്തി ഉണ്ടാക്കി അതിൽ അക്ഷരങ്ങളെല്ലാം കൃത്യമായി പണി കഴിപ്പിച്ച് ഒരച്ചുകൂടം ആദ്യമായി കോട്ടയത്ത് സ്ഥാപിച്ചു. നോക്കണം, അങ്ങനെ കോട്ടയത്ത് അച്ചുകൂടമൊക്കെ സ്ഥാപിച്ചിട്ട് ഇതൊന്ന് പരിഭാഷപ്പെടുത്താൻ വേണ്ടി ആളെ തിരക്കി നടന്നു. ഒറ്റ പെന്തിക്കുസാരനെ കിട്ടിയില്ല, ഒറ്റ ബ്രദറുകാരനെയോ യാക്കോബക്കാരനെയോ കത്തോലിക്കനോ ഒന്നും കിട്ടിയില്ല നമുക്കൊരു മലയാള ബൈബിൾ തരാൻ. അദ്ദേഹം ചെന്നിട്ട് അതിന് സമീപിച്ചത് 2 ഹൈന്ദവ സഹോദരന്മാരെയാണ്. ഇവിടെ ഈ വചനം കേൾക്കുന്നവർക്കിടയിൽ ഹൈന്ദവ സഹോദരന്മാരുണ്ടെങ്കിൽ അറിയണം, നിങ്ങളാണ് ഞങ്ങൾക്ക് ഈ പുസ്തകം തന്നത്. അതിന് ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇതിലെ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കുമെല്ലാം ഈ രാജ്യത്തിലെ ഹൈന്ദവ സഹോദരന്മാരോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഈ വചനം കേൾക്കുന്നവർക്കിടയിൽ CSI സഭയിൽപ്പെട്ടവരുണ്ടെങ്കിൽ, ലൂഥറൻ സഭയിൽപ്പെട്ടവരുണ്ടെങ്കിൽ, ആംഗ്ലിക്കൻ സഭയിൽപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങളോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളാണ് പണം മുടക്കി ഈ പുസ്തകം പ്രസിദ്ധം ചെയ്തത്. ബെഞ്ചമിൻ ബെയ്ലി അന്നത്തെ ആംഗ്ലിക്കൻ സഭയുടെ മിഷണറിയായി ഇവിടെ പ്രവർത്തിക്കാൻ വന്നതാണ്. പോട്ടെ, അദ്ദേഹം ഈ പരിഭാഷയ്ക്ക് വേണ്ടി ചെന്ന് കണ്ടുപിടിച്ചത് 3 പേരെയാണ്. ഒന്ന്, കൊച്ചിയിൽ സ്ഥിരതാമസക്കാരനായ മോസസ് ഇസാർഭതി എന്ന ഒരു യഹൂദനെ. എന്തിന്? ഗ്രീക്ക്, എബ്രായ, അരാമിക്, ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃത ഭാഷകളിൽ അഗാധ പ്രാവീണ്യമുള്ള അദ്ദേഹത്തെ കൂടെ കൂട്ടിയിരുത്തി ഈ പുസ്തക പരിഭാഷ നിർവഹിക്കുമ്പോൾ തെറ്റുപറ്റൂല എന്ന് അദ്ദേഹത്തിന് തോന്നി. 2, പരിഭാഷയ്ക്ക് വേണ്ടി വിളിച്ചത് അറിയാന്നറിയണ്ടേ, ചാത്തുമെനോൻ എന്നു പേരായ ഒരു സംസ്കൃത, ഇംഗ്ലീഷ്, മലയാള പണ്ഡിതനെ. കൂടെ ആരെ ഇരുത്തി? വൈദ്യനാഥ അയ്യർ എന്ന് പേരായിട്ടുള്ള ഒരു ശ്രേഷ്ഠനായ സംസ്കൃത പണ്ഡിതനെ, മലയാള പണ്ഡിതനെ. ഈ 2 പേരും അവഗാഹ ജ്ഞാനമുള്ളവരായിരുന്നു. ഭാഷയിലൊക്കെ വലിയ കഴിവുള്ള ആളുകൾ. നമ്മുടെ ആളുകൾക്ക് ഈ പരിഭാഷ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവരിതൊരു പരുവാക്കിയനെ. എന്തിന്? നമ്മുടെ പക്കലേക്ക് തന്നു ഈ പുസ്തകം പരിഭാഷപ്പെടുത്താനെങ്കിൽ നമുക്ക് ഈ ഭാഷയുടെ പിരിവുകൾ സംബന്ധിച്ച്. പിരിവെന്ന് കേട്ടപ്പോഴേ ആൾക്കാർക്ക് പേടിയായി. പൈസയുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അക്ഷരങ്ങൾക്ക് പിരിവുണ്ട്, പല വിഭജനം. നമുക്കൊരു മലയാള അധ്യാപകനുണ്ടല്ലോ, ഞാൻ ഈ ഉപദേശി മലയാളം പറയുന്ന ആളാ, ക്ഷമിക്കണം, നല്ല കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു തരും, കേൾക്കണം. സക്കറിയ സാറ് ഈ ഭാഷയ്ക്ക് കരം, അധികരം, മൃദു, കോശം, അനുനാസികം എന്നൊക്കെ ഇങ്ങനെ അക്ഷരങ്ങളെ വർഗീകരിച്ചു വച്ചിട്ടുണ്ട്. നമ്മുടെ ആളുകൾ കരം പറയേണ്ടടുത്ത് അധികരം പറയും, കർത്താവ് എന്ന് പറയേണ്ടടുത്ത് കർത്താവ് എന്നേ പറയുള്ളൂ. അപ്പോൾ കേട്ടാൽ പറയും ആളൊരു ആത്മീയനാ, പക്ഷെ ഭാഷയോട് ചെയ്ത് വല്ലാത്തൊരു ഹീനകൃത്യമായിപ്പോയി. പിന്നെയും പറയട്ടെ, എന്ത് ചെയ്താൽ നമ്മൾ ഈ തെക്കന്മാർക്ക് ഈ ഫ എന്ന അക്ഷരവും ഭ എന്ന അക്ഷരവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ഭാര്യ, ഭർത്താവ്, ഭുജം, ഭിത്തി, ഭാഷ എന്നേ നമ്മൾ പറയുള്ളൂ.
അതുകൊണ്ട് അങ്ങനെയല്ല, ഈ ലിപ്പ് കൂട്ടിയടിക്കണം, എങ്കിലേ അക്ഷരം കറക്റ്റാവൂ, ആ ഉച്ചാരണം ശരിയാകൂ. പോട്ടെ. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഭാഷാ പണ്ഡിതന്മാരെ ഈ ഇരുത്തി പരിപാടി അങ്ങോട്ട് തുടങ്ങിയില്ലേ. അതിൽ ഈ വൈദ്യനാഥ അയ്യര് ശ്ലോകം പാടുന്നതിൽ അവഗാഹ ജ്ഞാനമുള്ള ആളായിരുന്നു. താരിൽ തന്നി കടാച്ചാഞ്ചല മധുവ കുലാരാമ രാമ ജനാന നീരിൽ താർവാണ വൈരാകര നഗരതമോ മണ്ഡലീ ചണ്ഡഭാനോ നേരത്താതോരു നീയാം തൊടൂറി കളയായികയെന്നു മേഷാ കുളിക്കും നേരത്തിനപ്പുറം വിക്രമ നിവൃതരാഹന്ത കൽപ്പാന്തതോയെ. ഉണ്ണായി വാര്യരുടെയും മറ്റും മലയാള ഭാഷാപ്രയോഗങ്ങൾ ഇടതടവില്ലാതെ പ്രയോഗിക്കാൻ കഴിയുന്ന ഉജ്ജ്വലനായ ഒരു മലയാള വാഗ്മിയായിരുന്നു ഈ ചാത്തുമേനോൻ. അതിചണ്ഡ രിപുഷണ്ഡ ഗള കണ്ഡന പണ്ഡിത ഭുജദണ്ഡ കലദണ്ഡധര പേർത്തു പേർത്തു ജന കീർത്തി മാന്യനള പാർത്ഥിവോത്തമ സൽകീർത്തികൾ കേട്ടേൻ ഓർത്തവനുടൽ കൂർത്തമൂർത്തം ഗജാസ്ത്രമേറ്റു നിർത്തുടൻ നെടുതായി വീർത്തു ഞാൻ ആർത്തയായേൻ. ഇതൊക്കെ നളചരിത പ്രയോഗമാണ്. ഇതൊക്കെ പഠിച്ചു ഭാഷയോട് അവഗാഹമായി ഇടപഴകുന്ന ഉജ്ജ്വലനായ രണ്ടുപേരെ ഇരുത്തിക്കൊണ്ടാണ് സായിപ്പ് പണി തുടങ്ങിയത്. നമ്മുടെ ആളുകളെ ഒന്നും ഇരുത്തിയില്ല. കാരണം നമ്മുടെ ആളുകളുടെ ഒരു വക്കിലേക്ക് ഇത് കൊടുത്താൽ ഉൽപ്പത്തി 1:1 അമ്മരെങ്ങനെ കാണിച്ചു നോക്കുമെന്ന് അറിയണ്ടേ? പറയാം. നമ്മുടെ ആളുകളെ ഏൽപ്പിച്ചാൽ ഉൽപ്പത്തി 1:1. അതെ, ആദിയുടേതായിരിക്കുന്നതായിട്ടുള്ളതായിരിക്കുന്ന കാലയളവിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിക്കുവാൻ ആമേൻ സ്തോത്രം ഗ്ലോറി പ്രൈസലോ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ളതായ ആമേൻ ഇങ്ങനെ പോവല്ലാതെ കേൾവിക്കാർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് സാഹിബ് പണിയറിയാവുന്ന ആമ്പിള്ളരെ കൂലി കൊടുത്തിരുത്തി. അതിൽ ഈ ചാത്തുമേനോൻ ഒരു വലിയ അക്ഷരഭക്തനായിരുന്നു. സരസ്വതി പൂജ, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ബൈബിള് പരിഭാഷ ചന്ദനക്കുറി അണിഞ്ഞ് തുളസി കതിരണിഞ്ഞ് ഇഷ്ടദേവതാ പ്രാർത്ഥന കഴിഞ്ഞ് ശുദ്ധവൃത്തി വരുത്തി മാത്രമേ ഈ ബൈബിള് കൈകാര്യം ചെയ്യുള്ളൂ. പേടി വരുന്ന നിങ്ങൾക്ക്? നമുക്കുണ്ടോ ഇത്രയും ഭക്തി? അദ്ദേഹം പറഞ്ഞു, യേശുവും ഒരു ദേവനാണ്, ക്രിസ്തു ഭഗവാനെ എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പരിഭാഷയുടെ സ്വാധീനമാണ് ഇരമ്യാവിലും മറ്റും കാണുന്ന യഥാ മാതാ തഥാ പുത്രി ഈ പ്രയോഗങ്ങളൊക്കെ സംസ്കൃതമാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചും പഠിച്ചും വചനമൊക്കെ ഗ്രഹിച്ചിങ്ങനെ പോകുമ്പോൾ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കും, യേശുവിനോടും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ഈ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാതെ ഉറങ്ങില്ല. അദ്ദേഹം വിശ്വസിച്ചു ഈ ക്രിസ്തുവും അനേക ദേവന്മാരിൽ ഒരു ദേവനാണ്. പക്ഷേ പരിഭാഷ പുരോഗമിച്ച് ഇങ്ങോട്ട് വന്നില്ലേ? അത് കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിലെ ഒരു വചനം ഈ ചാത്തുമേനോനെ വട്ടം കറക്കി. ആ ചിന്താമണ്ഡലത്തിലേക്കൊരു പുതിയ ഊർജ പ്രസരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിട്ടുകൊടുത്തു. ആ ചാത്തുമേനോൻ ഏകാഗ്രതയോടെ അങ്ങനെ പഠിച്ചു വരുമ്പോൾ അതിലെ ഒരു വചനം ഇങ്ങനെ മുൾക്കൊളുത്തുപോലെ കടന്നു പിടിച്ചു. യേശുവെക്കുറിച്ചുള്ള വചനം പൗലോസ് ഗലാത്യർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഈ കൊലോസ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നു, കൊലോസ്യരെ, ആരാണ് ക്രിസ്തു? അവൻ കേവലം ഒരു ദേവനല്ല, അവൻ കേവലം ഒരു അവതാരമല്ല, അവൻ കേവലം ഒരു ശക്തിയല്ല. പിന്നാരാണവൻ? ആ ചോദ്യത്തിന് മറുപടിയായി പറയാൻ തുടങ്ങി, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം ഉളവായി. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഹല്ലേലൂയ! ആ വചനം ഇളക്കി മറിച്ച, ആ ഹൃദയത്തെ മുഴുവൻ ഉഴുതുമറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധമാവിന്റെ വചനവും യേശുവിന്റെ നിർമ്മല രക്തത്തിന്റെ ശക്തിയും ചാത്തുമേനിൽ വ്യാപരിച്ചപ്പോൾ ആ പരിഭാഷ തീരും മുമ്പ് കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിമജ്ജന സ്നാനം കൈക്കൊണ്ട് ഉലകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. രണ്ട് സഹോദരന്മാരെ, ആരെങ്കിലും യേശുവിനെ സ്വീകരിച്ചു വരുന്നെങ്കിൽ ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നല്ലോ, ഞങ്ങൾ കാശ് കൊടുത്തൊന്നും മാറ്റുന്നതല്ല. കാശ് കൊടുത്ത് മാറ്റുന്നതെന്ന് മാത്രമല്ല, നിങ്ങൾ അറിയാത്തൊരു രഹസ്യം പറയാം. ഞങ്ങൾ ഈ സ്നാനമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഒരു ചില്ലിക്കാശ് അങ്ങോട്ട് കൊടുക്കലെന്ന് മാത്രമല്ല, ഇങ്ങോട്ടല്പം കിട്ടാറുണ്ട്, വണ്ടിക്കൂലിയാണ്. ആ രഹസ്യം നിങ്ങൾക്ക് അറിയാത്ത സ്നാനപ്പെടുത്തി പോകാൻ നേരം ഞങ്ങൾ ഓടിച്ചെന്ന് വണ്ടിയെ കയറിയാലും അത് ഈ പോക്കറ്റ് വീഴും. ഇന്ന് വരെ ആർക്കും പണം കൊടുത്ത് യേശുവിലേക്ക് കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല. കാരണം ഞങ്ങളല്ലല്ലോ കർത്താവിലേക്ക് കൊണ്ടുവരുന്നത്, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. ഇന്ന് രാത്രിയും തങ്ങൾ ഏകാഗ്രചിത്തരായി കാത്തിരിക്കുന്നവരുടെ നടുവിൽ തന്നെത്താൻ ബലവാണെന്ന് കാണിക്കേണ്ടതിന് ഊടാടി സഞ്ചരിക്കുന്ന അത്യുന്നതന്റെ കണ്ണുകളുടെ വ്യാപാരം അതൊന്ന് തൊട്ടാൽ, ഹല്ലേലൂയ, ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അതീതമായി ഈ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം.
അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയ ഒരു പുസ്തകം പടകിലുള്ള. പിന്നീട് യാക്കോബായ, മർത്തോമ, CSI സഭകൾ ഒരുമിച്ച് കൂടി ഒരു സൊസൈറ്റി രൂപപ്പെടുത്തിക്കൊണ്ട് 1911 ഇന്ന് കാണും വിധമുള്ള സത്യവേദ പുസ്തകം നമ്മുടെ പക്കൽ എത്തിക്കാൻ ആരംഭം കുറിച്ചു. ദൈവമക്കൾ ഉപയോഗിക്കുമെങ്കിൽ കഴിവതും ഈ സത്യവേദ പുസ്തകം എന്ന പരിഭാഷ ഉപയോഗിക്കണം. അതാണ് മൂലഭാഷയോട് കൂടുതൽ നീതി പുലർത്തുന്നത്. എടുത്തു പറയാൻ കാരണം, ഇവിടെ ഈ തിരുവല്ലയിലൊക്കെ ഒത്തിരി ആളുകൾ പണിയില്ലാതിരിക്കുന്നുണ്ട്. ഒരാ ഇടവേളയിലെല്ലാം ഇതിൻ്റെ പരിഭാഷയാണ്. എന്നിട്ട് അവസാനം അവൻ്റെ വല്യപ്പൻ്റെ പേര് ഇടും, കുട്ടപ്പൻ ബൈബിൾ. മനസ്സിലായോ? സായിപ്പ് ഡേയ്സും ഒക്കെ 10-40 കൊല്ലം അതിൻ്റെ മുമ്പിൽ കിടന്ന് പണിയെടുത്തൊരു സാധനയാണ്, ഒരു കമ്മിറ്റ്മെൻറ്റാണ്. എന്നിട്ട് എഴുതി ഡേയ്സ് അനോറ്റഡ് ബൈബിൾ, തോംസൺ ചെയിൻ റെഫറൻസ് ബൈബിൾ. അതിനെ അനുകരിച്ച് അവിടുന്ന് ഇവിടുന്നെല്ലാം അല്പാൽപ്പം വാരിയെടുത്ത് ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ നിരത്തിയിരുത്തി ഒരിക്കൽ പോലും ബൈബിൾ വായിച്ചിട്ടില്ലാത്തവൻ, ഈ പുസ്തകം കണ്ടിട്ടില്ലാത്തവൻ, അവൻ്റെ പേരിലൊരു ബൈബിള്, കുട്ടപ്പൻ ബൈബിൾ, കുഞ്ഞേലി ബൈബിൾ, നങ്ങേലി ബൈബിൾ, ചിന്നമ്മ ബൈബിൾ, അങ്ങനെയല്ല സംഭവം. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഈ സത്യവേദ പുസ്തകമാണ്. ഇത് വായിക്കണം. സ്തോത്രം. നല്ല പരിഭാഷയാണ്, ഇംഗ്ലീഷിനേക്കാൾ നല്ല പരിഭാഷയാണ്. അപ്പം അതിലൊരു വാക്യമല്ലേ നമ്മൾ വായിച്ചത്. ഞാൻ 1-2 കാര്യങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ആദരണീയനായ മഹാത്മജിയെ ഗോഡ്സ വെടിവെച്ചു തോക്കുണ്ട്. ആദരണീയനായ സോക്രട്ടസിന് ഏതൻസിലെ ഒരു കോടതി വിധിച്ചു വിഷം കുടിച്ചു മരിക്കാൻ. ഭഗത് സിംഗിന് ബ്രിട്ടീഷ് പട്ടാളം തൂക്കുകയർ നൽകിക്കൊടുത്തു മരിക്കാൻ. ഈ തൂക്കുകയർ ഭഗത് സിംഗിൻ്റെ അനുഗാമികൾക്കൊരു പൂജാവസ്തു അല്ലല്ലോ. തോക്ക്, മഹാത്മജിക്ക് നേരെ നിറയൊഴിച്ച തോക്ക് നമുക്ക് ശത്രുതയും ഭീതിയും വളർത്തുന്ന ഒരു ഉപകരണമല്ലേ. വീണ്ടും സോക്രട്ടീസിന് കൊടുത്ത വിഷക്കുപ്പി ഒരാരാധ്യ വസ്തുവോ പ്രശംസാ വിഷയമോ അല്ലല്ലോ. പക്ഷേ എന്തുകൊണ്ട് ക്രൂശ് മാത്രം വ്യത്യസ്തമായിരിക്കുന്നു? പൗലോസ്ലീഹ പറയാ, ഈ ക്രൂശ് എനിക്ക് പ്രശംസയാണ്, ഈ ക്രൂശ് എനിക്ക് അഭിമാനമാണ്. ഉലകമേ, ആ അഭിമാനത്തിൻ്റെ പിന്നിലെ കാരണം ഞാൻ 1-2 വാക്കിൽ ഒന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാനിവിടെ പ്രായമുള്ളവരെയൊക്കെ കാണുന്നു, ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ പ്രായമുള്ള ആളുകളൊക്കെ ചിലരെങ്കിലും മരിക്കാൻ ഇഷ്ടപ്പെടും, ചെറുപ്പക്കാരും ഇഷ്ടപ്പെടും. ഈ മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് ചോദിക്കുക, അച്ഛാ എങ്ങനെ മരിക്കാൻ ആഗ്രഹം? അവർ പറയും, അധികം ആരെയും ബുദ്ധിമുട്ടിക്കാതെ, വലിയ പ്രയാസമൊന്നും ഉണ്ടാക്കാതെ മരിക്കണം. നമ്മുടെ എല്ലാവരും ആഗ്രഹം. കൊച്ചുപിള്ളേരൊന്നും ഇപ്പോൾ ചിന്തിക്കില്ല, പ്രായമാകുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് അധികം ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളോട് കർത്താവ് പറയുക, ശരി, അങ്ങനെങ്കിൽ ഞാനൊരു ചോയ്സ് നിങ്ങൾക്ക് തരുന്നു. ഇഷ്ടപ്പെട്ട മരണം സ്വീകരിക്കാം. ഏതുതരം മരണം വേണം? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ക്രൂശിക്കപ്പെടണം എന്ന് പറയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ യോഗം കഴിയുമ്പോൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കും. കാരണം ആ ക്രൂശ് മരണം എന്തെന്ന് പറയാം. സ്റ്റൗറോസ് എന്നാണ് ക്രൂശ് എന്നതിൻ്റെ ഗ്രീക്ക് പ്രയോഗം. സ്റ്റൗറോസ്. ക്രൂശിന് 2 ഭാഗങ്ങളാണ്. നെടുകയുള്ള ഭാഗത്തിന് സിംപ്ലക്സ് എന്നാണ് പറയുക, സിംപ്ലക്സ്. കുറുകയുള്ള ഭാഗത്തിന് പാറ്റീബുലം എന്നാണ് പറയുക. റോമൻ വേർഡുകളാണ് സിംപ്ലക്സ് ആൻഡ് പാറ്റീബുലം. മിക്കപ്പോഴും ഇവയുടെ 2ൻ്റെയും വലിപ്പം ഒരുപോലെയാണ്. അത് പറയാൻ ഗവേഷണത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കൈ ഇങ്ങനെ വെച്ച് ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള അളവും ഇങ്ങനെയുള്ള അളവും കറക്റ്റായിരിക്കും. അപ്പം സിംപ്ലക്സ് ആൻഡ് പാറ്റീബുലം. ഇതിൽ ഈ സിംപ്ലക്സ് കട്ടി കൂടിയൊരു മരക്കമ്പാണ്. ഇതിൻ്റെ പ്രാക്തന രൂപം ഈ വിലങ്ങനെ വെക്കുന്ന കമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മറിച്ച് സീതോനിൽ കണ്ടുവരുന്ന സീതോന്യരെ പോലെ മരം മുറിക്കുന്നതിൽ പ്രഗത്ഭരാരുമില്ലെന്ന് ബൈബിളിലുണ്ടല്ലോ. ഫിനീഷ്യ എന്ന് പിൽക്കാലത്ത് വിളിച്ച സീതോൻ, ആ സീതോനിൽ വളർന്നു വരുന്ന യാക്ക എന്നു പേരായൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ ശിഖരങ്ങൾ കൃത്യമൊരു ഭാഗത്ത് വരുമ്പോൾ 2 ഭാഗത്തേക്ക് നീവരെ വേർപിരിയും. ഇത്തരം മരം മുറിച്ചെടുത്ത് അതേപടി കൊണ്ടുവന്ന് വെക്കുന്നതായിരുന്നു ആരംഭകാല കുരിശ്. ഇനിയും ഈ ക്രൂശുമരണം ക്രിസ്തുവിന് 321 കൊല്ലം മുമ്പ് നടന്നതിന് തെളിവുണ്ട്. ഫിനീഷ്യരായിരുന്നു അത് തുടങ്ങി വെച്ചത്.
പുരാതന കാർത്തേജിൽ ക്രൂശ് മരണം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് ചരിത്രം പഠിച്ചാൽ പേർഷ്യക്കാർ ക്രൂശിച്ചിട്ടുണ്ട് ആളുകളെ. പിന്നീട് വായിച്ചാൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഗ്രീക്ക് സാമ്രാജ്യത്തിലും ക്രൂശീകരണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ക്രൂശ് മരണം സർവ്വസാധാരണമാക്കിയത് ഇവരാരുമല്ല, അത് റോമക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇത് റോമൻ ശിക്ഷാവിധിയാണ് എന്നത് നിസ്സംശയം തറപ്പിച്ചു പറയാം. ഇത് യഹൂദ ശിക്ഷണ രീതിയല്ല. പഴയ നിയമം ആദിയോടന്തം പഠിച്ചാൽ ക്രൂശിച്ചു കൊല്ലാൻ ഒരു വാക്യമില്ല. ഒരുവനെയും ക്രൂശിച്ചു കൊന്നതിന് ചരിത്രവുമില്ല. പഴയ നിയമത്തിൽ ഒരു മനുഷ്യനെയും ക്രൂശിച്ചു കൊന്നതിന് ചരിത്രമില്ലെന്ന് മാത്രമല്ല, 4 തരം മരണങ്ങളെക്കുറിച്ച് പഴയ നിയമം പറയുന്നു. ഒരു യഹൂദൻ തെറ്റ് ചെയ്താൽ കൊല്ലേണ്ട രീതികൾ 3 വിധമാണ്. 4 വിധം മരണം ഈ ഇത്തരം മരണത്തെക്കുറിച്ച് പഴയ നിയമം പറയുന്നു. 1, കല്ലെറിഞ്ഞു കൊല്ലൽ അഥവാ സ്റ്റോണിങ്. 2, തലകറുത്തു മാറ്റൽ അഥവാ ബിഹെഡിങ്. 3, ഒരുവനെ ഞെരുക്കിക്കൊല്ലുക അഥവാ സ്ട്രാംഗ്ലിങ്. 4, തൂക്കിക്കൊല്ലുക അഥവാ ഹാങ്ങിങ്. അതിൽ ചിലത് തൽമൂദുകളിലൊക്കെ പരാമർശിക്കുന്ന യഹൂദ പാരമ്പര്യങ്ങളിൽ ഹമാനയും മറ്റും തൂക്കിക്കൊന്നതായി കാണുന്ന ഹാങ്ങിങ്. എന്നാൽ ക്രൂശിച്ചു കൊന്നതിന് ഒരു വാക്യമില്ല. എന്നാൽ ക്രൂശിക്കപ്പെട്ടവനെക്കുറിച്ച്, ക്രൂശിക്കുന്നവരെക്കുറിച്ചുള്ള അറിവ് അവർക്ക് ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്രൂശിക്കപ്പെട്ട് മരിക്കുന്നവനെക്കുറിച്ച് അവർ പറഞ്ഞു, മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ, ശാപഗ്രസ്തൻ. അത് വെറുതെ പറഞ്ഞതല്ല. റോമൻ ശിക്ഷണ നടപടിയും അതും ഈ ക്രൂശീകരണം പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ്. പക്ഷെ ധാരാളമായി അവർ നടപ്പിലാക്കിയപ്പോൾ അത് റോമക്കാരുടെ തന്നെ ശിക്ഷ എന്ന് സ്ഥിരീകരിച്ചുറപ്പിച്ചു. റോമിൽ ആരെയാണ് ക്രൂശിക്കുന്നത് എന്നുകൂടി പറയാം. നിങ്ങൾ ഉറങ്ങില്ലല്ലോ. റോമിൽ ക്രൂശീകരിക്കുന്നത്, പുരാതന റോമിൽ 3 തരത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. 3 തരം ആളുകൾ. 1, പെട്രീഷ്യൻ എന്നറിയപ്പെടുന്ന അരിസ്റ്റോക്രാറ്റിക് മണ്ഡലത്തിൽപ്പെട്ട ആളുകൾ, ഉന്നത കുലജാതന്മാർ, സമ്പന്നരാണെന്നർത്ഥം. റോമിലെ സെനറ്റേറിയന്മാരും ഗവർണേഴ്സും രാജാവിനെ കൂടി ഉപദേശിക്കാൻ കഴിയും വിധം, രാജാവിനും കടം കൊടുക്കാൻ കഴിയും വിധം പ്രാപ്തിയുള്ള സമ്പന്നരെയാണ് വിളിച്ചത് പെട്രീഷ്യൻ. തൊട്ടു താഴെ ഒരു വിഭാഗമുണ്ട്, പ്ലീബിയൻ. ഈ പ്ലീബിയനുകൾ സമ്പന്നരല്ല, ദരിദ്രരുമല്ല, ഇടത്തരക്കാർ. അവർ പലരും വന്നു പാർക്കുന്നവരാണ്, കച്ചവടം ചെയ്തുമൊക്കെ ഉപജീവനം കഴിക്കുന്നവരാണ്. എന്നാൽ കപ്പലും കച്ചവടവും ഒക്കെ സ്വന്തമുള്ള ഒരു പ്ലീബിയൻ ഒരു നിശ്ചിത തുക ഗവർണർ ജനറൽക്ക് കൊടുത്താൽ അദ്ദേഹത്തിനും കിട്ടും ഉന്നത പൗരത്വമാകുന്ന പെട്രീഷ്യൻഷിപ്പ്. ആ പെട്രീഷ്യൻ്റെ മകനും ഒരു പെട്രീഷ്യനായിരിക്കും. അതും പരമ്പരയായി സിദ്ധിച്ചു കിട്ടുന്നൊരവകാശം. അതിനാ വിചാരണ കോടതിയുടെ മുമ്പിൽ, ശതാധിപന്റെ മുമ്പിൽ പൗലോസ് പറയുക, വിചാരണ കഴിയാത്തവനും റോമാ പൗരനുമായ ഒരുവനെ ഇങ്ങനെ തല്ലുന്നത് വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ സഹസ്രാധിപന്റെ അരികിൽ വാർത്തയെത്തി. സഹസ്രാധിപൻ ചോദിക്കുക, 1000 പേരുടെ അധിപതി ചോദിക്കുക, നീ റോമാ പൗരനോ? മറുപടി അതെ എന്ന വാക്കിന്റെ മുമ്പിൽ 1000 പേരുടെ അധിപതി പറയുക, ഞാൻ അത് വലിയ വില കൊടുത്തു വാങ്ങി. പൗലോസിന്റെ മറുപടി കേൾക്കണം, ഞാനോ അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നു. ആളിൻ്റെ ആഢ്യത്വം മനസ്സിലായോ? ഇതാ പെട്രീഷ്യൻ, ബാക്കിയൊക്കെ പ്ലീബിയൻ. ഇനി 3ാമതൊരു കൂട്ടരുണ്ട്, ഡൂലോസ് എന്ന് ബഹുവചനം, ഡൂലോയ് എന്ന് ബഹുവചനം, ഡൂലോസ് ഏകവചനം. അർത്ഥം അടിമ എന്നാണ്. നമ്മുടെ എല്ലാ ഹൈസ്കൂളുകൾക്കൊക്കെ അർത്ഥവത്തായ പേരിട്ടിട്ടുണ്ട്, ഡൂലോസ് എന്നല്ലേ. എല്ലാം കൊണ്ടും അർത്ഥവത്തായ ഒരു പ്രയോഗമാണ്. നമ്മൾ ഈ ബൈബിളിലെ പല പദങ്ങളും ഏതർത്ഥത്തിലാണ് ഉപയോഗിക്കുക ശ്രദ്ധിക്കണം. ഞാനിവിടെ തിന്നപ്പോൾ കണ്ടു ബെഥേസ്ത മിനിസ്ട്രി എന്നൊരു പ്രയോഗം. ഞാൻ പറഞ്ഞത് തെറ്റല്ലേ? കാരണം ബെഥേസ്തെ ചെയ്തു വന്ന മിനിസ്ട്രിക്ക് എതിരെ കർത്താവ് പറഞ്ഞു പോകാൻ പറഞ്ഞു, അവിടെ നിറഞ്ഞു. മനസ്സിലാവുന്നല്ലോ. ബെഥേസ്തെ പിന്തുണയ്ക്കല്ലല്ലോ, കുളത്തിൽ ഒരുത്തിനെടുത്ത് ചാടണം, അതാ ബെഥേസ്ത മിനിസ്ട്രി. കർത്താവ് പറഞ്ഞു 38 ആണ്ടായില്ലേ ഈ മിനിസ്ട്രി തുടങ്ങിയിട്ട്, നിനക്ക് വിടുതലില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് വാ. ബൈബിളിൽ ഒരു സ്ഥലം കണ്ടാൽ ഉടനെ മിനിസ്ട്രിക്ക് പേരിടാൻ വരട്ടെ, കോണ്ടസ്റ്റ് പരിശോധിക്കണം അതിൻ്റെ പശ്ചാത്തലം. ആ പശ്ചാത്തലം പരിശോധിക്കാത്തവരെക്കുറിച്ചൊക്കെ നമ്മൾ പശ്ചാത്തപിക്കുകയല്ലാതെ വേറെ വഴിയില്ല, പോട്ടെ. അപ്പോൾ ഏതായാലും പെട്രീഷ്യനെ മനസ്സിലായി, പ്ലീബിയനെ മനസ്സിലായി, ഡൂലോസ് അടിമകൾ. 100 അടിമ ഒരു പെട്രീഷ്യന് സ്വന്തമുണ്ട് എന്ന് പറയുന്നത്
അക്കാലത്തെ മാന്യതയുടെ പ്രതീകമായിരുന്നു. വീട്ടിൽ ജനിച്ച ദാസനും എനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് ആഢ്യത്വത്തിൻ്റെ ലക്ഷണമായിരുന്നു. അങ്ങനെ റോമിൽ അടിമച്ചന്തകളുണ്ടായി, വിൽക്കാനും വാങ്ങാനും. വൺ വേ പോലെയായിരുന്നു സംവിധാനം. കയറുന്ന വഴിക്ക് ഇറങ്ങാൻ പാടില്ല, ഇറങ്ങുന്ന വഴിക്ക് കയറാനും പാടില്ലാത്ത വിധം അടിമകളുടെ തിക്കും തിരക്കും. അടിമച്ചന്തകളിൽ നടക്കുന്ന ആ പ്രയോഗത്തിൽ നിന്നാണ് വീണ്ടെടുപ്പെന്ന പദം തന്നെ ഉണ്ടാകുന്നത്. അഗരാസോ അഗരാസോ, അകത്തേക്ക് കൊണ്ടുവരിക, പുറത്തേക്ക് പോവുക. ഇതൊക്കെ നടന്നിരുന്നു ഈ റോമിലെ അടിമച്ചന്തയിൽ. അപ്പോൾ 100 അടിമയുണ്ട് 500 അടിമയുണ്ടെന്ന് പറയുന്ന യജമാനൻ്റെ ആദ്യത്തെ ആ സന്തോഷവും താല്പര്യമൊക്കെ അല്പം കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി. കാരണം ഇവറ്റകൾക്ക് തീറ്റ കൊടുത്തും മുതലാകുന്നില്ല. ബൈബിൾ കോളേജിലല്ല ഞാൻ പറഞ്ഞു കേട്ടോ, ഡൂലോസിൻ്റെ കാര്യമാണ്. അവർക്ക് തീറ്റ കൊടുത്തും മുതലാകുന്നില്ല. തന്നല്ല, അവർക്ക് പണി കൊടുക്കാനില്ല. അപ്പം പ്രായമായി വരുന്ന ആളുകളെ എങ്ങനെ പരിഗണിക്കണമെന്നും അറിയില്ല. അവർക്ക് ജോലി കൊടുക്കാനില്ല, ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഈ അടിമകളുടെ വില കുറഞ്ഞ് അവസാനം 100ഉം 1000ഉം നാണയത്തിനൊക്കെ വിലപേശി വാങ്ങിക്കൊണ്ടിരുന്ന അടിമകൾക്ക് യേശുവിൻ്റെ കാലം എത്തുമ്പോൾ ഏതാണ്ട് 30 വെള്ളി നാണയം വരെ എത്തി. കൂടിയ വിലയാണ്, കുറഞ്ഞ വിലയല്ല, കൂടിയ വിലയാണ്. അപ്പുറത്ത് വിലയില്ല. അത് വന്ന് അടിമകൾക്കിടയിൽ ഒരരാജകത്വം വർദ്ധിച്ചു. തങ്ങളുടെ സഹോദരങ്ങളെ, അപ്പനമ്മമാരെ ഭക്ഷണം കൊടുക്കാതെ കൊല്ലുന്ന, തടവറകളിൽ കൊണ്ട് കളയുന്ന, ദ്വീപുകളിൽ ഏകാന്ത ദുരിതത്തിലും കൊണ്ടെറിയുന്ന ബ്രിട്ടീഷന്മാരുടെ ചെയ്തികൾക്കെതിരെ ഒരു ക്രിമിനൽ വൽക്കരണം ശക്തിപ്പെട്ടിട്ട് എണ്ണം പെരുകിയ അടിമകൾ തരം കിട്ടുമ്പോഴൊക്കെ യജമാനന്മാരെ ആക്രമിക്കാൻ തുടങ്ങി. അവരുടെ കോളനികളിലേക്ക് വന്നുപെടുന്ന യജമാനന്മാരെ, ബ്രിട്ടീഷന്മാരെ നിഷ്കരുണം അവർ ആക്രമിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ യജമാന സ്ത്രീകളെ ആക്രമിച്ചു, യജമാനൻ്റെ പെൺകുട്ടികളെ ആക്രമിച്ചു, ശരീര പീഡകളേൽപ്പിച്ചു വിട്ടു, അവരോട് മോശമായി പെരുമാറി. വഷളത്വത്തിൻ്റെ പ്രതീകങ്ങളായി അവർ മാറിയപ്പോൾ ഇതൊന്ന് അമർച്ച ചെയ്യാൻ എന്താണ് വഴിയെന്ന് റോമൻ ഭരണകൂടം ചിന്തിച്ചപ്പോൾ പ്രാകൃതമായ ആ കുരിശു ശിക്ഷ അവർക്ക് വിധിച്ചതാണ്. വചനം പറയുന്നു, അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി. അധർമ്മം ചെയ്തവർക്കൊപ്പം യേശുവിനെ എണ്ണി ക്രൂശിക്കാൻ അന്നത്തെ ഭരണകൂടം നിശ്ചയിച്ചുറപ്പിച്ചപ്പോൾ അധർമ്മത്തിൻ്റെ കാഠിന്യം ദൈവമക്കളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതിൻ്റെ അർത്ഥവും സാഹചര്യവും ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഒടുവിൽ അടിമകളെ ക്രൂശിക്കുന്ന ആ സ്ഥിരമേർപ്പാട്, ആ ക്രൂശീകരണ രീതി കൂടി എന്ന് പറയാം. പെരുവഴിയോരത്താകണം ക്രൂശിക്കുന്നത്. കടന്നു പോകുന്നവർക്കൊക്കെ അത് കാണാൻ സാധിക്കണം. ഈ ക്രൂശിക്കുന്നവൻ്റെ ശരീരം നിശ്ചിത സമയത്തെ ശിക്ഷണ നടപടി കഴിഞ്ഞ ആൾ മരിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഒരു വിധത്തിലും നിലത്തിറക്കി കിടത്താൻ പാടില്ല. കാരണം ഭൂമി റോമക്കാർക്കൊരു ദേവനാണ്. അറ്റ്ലസ് എന്നാണ് ആ ദേവൻ്റെ പേര്. നമ്മുടെ നാട്ടിൽ ജൂവലറിയുടെ പേരാണ്, പൊട്ടിപ്പോയെന്ന് കേൾക്കുന്നു. അപ്പോൾ അറ്റ്ലസ് ദേവനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ ഭൂമി കൊണ്ടവനെ വെക്കുക. കുഴിയെടുത്ത് അടക്കാൻ പാടില്ല. ക്രൂശിൽ മരിച്ചവൻ്റെ ശരീരം വെള്ളത്തിലൊഴുക്കി കളയാൻ പാടില്ല. കാരണം നദി അവർക്ക് ജലദേവതയാണ്. ജലദേവതയെ ആക്ഷേപിച്ചുകൂടാ. ക്രൂശിക്കപ്പെട്ടവൻ്റെ ശരീരം അഗ്നിക്കേൽപ്പിച്ചു കൊടുക്കരുത്. അഗ്നി റോമക്കാർക്ക് ദേവനാണ്. ആ ദേവനെ അശുദ്ധമാക്കിക്കൂടാ. അധർമ്മിയുടെ ശരീരം അവിടെ തന്നെ കിടക്കണം. അത് ആകാശത്തിലെ പറവകൾക്ക് അവകാശപ്പെട്ടതാണ്. കാക്കയും കഴുകനും ആകാശത്തിലെ പറവകൾ വന്നവയെ കൊത്തിപ്പറിക്കണം. ദുർഗന്ധപൂരിതമായ ആ ശരീരത്തിന് ചുറ്റും ഈച്ചകൾ വട്ടമിട്ട് പറക്കും. ഇരുന്നു വീഴുന്ന മാംസക്കഷണങ്ങൾ കടിച്ചു പറിക്കാൻ നായ്ക്കളും നരികളും ഓരികിട്ടു ചുറ്റും കൂടും. എത്ര ഭീകരത നിറഞ്ഞൊരു കാഴ്ച! അതുകൊണ്ട് ആ വഴിത്താരയുടെ മനുഷ്യൻ പിഞ്ചോമനകളുടെ കൈപിടിച്ചൊക്കെ വരുമ്പോൾ, ഈ മരണം നടക്കുന്ന, ക്രൂശുമരണം നടക്കുന്ന മലയടിവാരത്തും താഴ്വാരങ്ങളിലും കൂടിയൊക്കെ വരുമ്പോൾ അടുത്തേക്ക് വരുന്ന കൊച്ചുമക്കൾ അപ്പനോട് ചോദിക്കും, അപ്പാ, ഒരു വല്ലാത്ത ദുർഗന്ധം, അസഹനീയ ദുർഗന്ധം. അപ്പൻ ഈ കുഞ്ഞിൻ്റെ കണ്ണു തുറന്നിട്ട് അവനെ കയ്യിലെടുത്തിട്ട് പറയും, കുഞ്ഞെ, ആ കാണുന്ന ക്രൂശിലേക്ക് നോക്ക്. കാക്കകൾ വട്ടമിട്ട് പറക്കുന്ന കണ്ടോ? നായ്ക്കളും നരിയും ഓടി നടക്കുന്ന കണ്ടോ? അവിടെ ഒരു ബോർഡ് വായിച്ചാട്ടെ.
ആ പ്രവൃത്തി ചെയ്തവൻ്റെ വല്ലാത്ത പാപം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇവൻ മോഷ്ടാവാണ്, ഇവൻ അസഭ്യം പറഞ്ഞു, ഇവൻ യജമാന സ്ത്രീക്ക് നേരെ കയർത്തു, യജമാനൻ്റെ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നു. അതുകൊണ്ട് നീ ശ്വസിക്കുന്ന ദുർഗന്ധം കൊലപാതകത്തിൻ്റെ ദുർഗന്ധം, പാപത്തിൻ്റെ ദുർഗന്ധം, നീ ശ്വസിക്കുന്ന ദുർഗന്ധം ദുഷ്ചിന്തയുടെ ദുർഗന്ധമാണ്. പാപത്തിൻ്റെ ദുർഗന്ധം ശ്വസിക്കൊണ്ട് അതിൻ്റെ കാരണക്കാരനായ ആ മനുഷ്യനെ ശപിക്കണം. അതുകൊണ്ട് കടന്നു പോകുന്നവരൊക്കെ ഈ ക്രൂശിൽ കിടന്നവനെ കണ്ട് ശപിച്ച് ചീത്ത പറഞ്ഞ് പുലഭ്യം പറഞ്ഞ് ഇതുവഴി ഇങ്ങനെ കടന്നു പോകുന്നതാണ് ക്രൂശിക്കപ്പെടുന്ന ഒരുവന്റെ ദാരുണ മരണത്തിൻ്റെ സ്ഥിതിയെങ്കിൽ ഇത് കണ്ട ചരിത്രകാരനായ സ്ട്രാബോ എഴുതി വെച്ചു, ഞാൻ കണ്ടതിൽ, ഞാൻ മനസ്സിലാക്കിയതിൽ ഏറ്റവും ക്രൂരമായ, ഏറ്റവും ബീഭത്സമായ മരണം അതാണ് ക്രൂശ് മരണം. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ക്രൂശ് മരണം ഏതളവിൽ എങ്ങനെയൊക്കെ ആവർത്തിച്ചാലും ഭീകരതയുടെ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്ന മൃഗീയതയുടെ അതിലുപരി ഈ ശരീരം പോലും കല്ലറയിൽ വെക്കാനാവാത്ത വിധം നിയമക്കുരുക്കുകളുടെ അനിശ്ചിതത്വത്തിൻ്റെ ഒരു സൂചന ദർശിക്കാൻ കഴിയുമെങ്കിൽ ലോകം മുഴുവൻ അത് കണ്ടിട്ട് പറയും, അയ്യോ കിരാതം. സ്ട്രാബോയെപ്പോലുള്ള ചരിത്രകാരന്മാർ പറയും, അയ്യോ ബീഭത്സം, അത് ഭീകരം, ആർക്കും ഇത് സംഭവിക്കരുത്, ശത്രുവിന് പോലും ഇത് ഭവിക്കരുതെന്ന് പറയുമ്പോൾ ആ ക്രൂശിന്റെ അർത്ഥം ഗ്രഹിച്ച പൗലോസ്ലിഹ നമ്മെ പഠിപ്പിക്കുകയാണ്, ലോകമേ തെറ്റിദ്ധരിക്കരുത്, അത് തോൽവി അടഞ്ഞവന്റെ മരണമല്ല, ജയമെടുത്തവന്റെ മരണം. ശത്രുക്കളെ മുഴുവൻ, തനിക്കെതിരെ നിലകൊണ്ട ദുഷ്ടശക്തികളെ മുഴുവൻ, അന്ധകാരത്തിന്റെ ആ ദുർഘട ശക്തികളെ മുഴുവൻ ഒരുമിച്ച് ക്രൂശിൽ തോൽപ്പിച്ച് പരസ്യമായി ജയോത്സവം കൊണ്ടാടിയവന്റെ തികത്തിന്റെ മരണമായതുകൊണ്ട് ആ മരണത്തിന്റെ അർത്ഥവും ആഴവും തിരിച്ചറിയുന്ന പൗലോസ്ലിഹ വിളിച്ചു പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. ഈ ക്രൂശിന്റെ മഹത്വം ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കളെ അറിയുക, ഈ മരണം കേവലം യാദൃച്ഛിക മരണമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ പറയും, പിറവി കൊണ്ട ക്രിസ്തുവിനേക്കാൾ, കടലിന്മീതെ നടന്ന ക്രിസ്തുവിനേക്കാൾ, അഞ്ചപ്പം കൊണ്ട് 5000 തൃപ്തിപ്പെടുത്തിയ ക്രിസ്തുവിനേക്കാൾ, ആയിരങ്ങളെ പ്രസംഗത്താൽ സ്വാധീനിച്ച ക്രിസ്തുവിനേക്കാൾ, പത്രോസിന്റെ അമ്മാവിയമ്മയെ സുഖപ്പെടുത്തിയ ക്രിസ്തുവിനേക്കാൾ ഞങ്ങളുടെ ആവേശം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ഞങ്ങളുടെ പ്രസംഗത്തിന്റെ കാതൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് പ്രശംസയാണ്. എന്തേ പ്രശംസിക്കാൻ കാരണം? ആ പ്രശംസ ഭൂമി കൊണ്ട് തീരില്ല. ആ പ്രശംസ ഈ സപ്തസമുദ്രങ്ങളും അലയടിക്കുന്ന മനോഹര പ്രപഞ്ചത്തിന്റെ ഈ പരിമിതി കൊണ്ട് തീരില്ല. ഹല്ലേലൂയ. സ്വർഗാദി സ്വർഗത്തിലും പ്രശംസിക്കപ്പെടുന്ന ഒരു പ്രമേയമാണ് ക്രൂശ്. എന്തേ പറയാൻ കാരണം? സ്വർഗത്തിലും ഒരു പാട്ടുണ്ട്. ആ സ്വർഗത്തിലെ പാട്ടിൽ ദൂതഗണങ്ങൾ ആലപിക്കുന്ന മനോഹര സംഗീതത്തിന്റെ ഉള്ളടക്കം, ആ പ്രമേയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പ്രമേയം സ്വർഗത്തിന്റെ മനോഹാരിതയല്ല, ജീവവൃക്ഷത്തിന്റെ ഫലത്തെക്കുറിച്ചുള്ള പ്രശംസയല്ല, അതുവഴി ഒഴുകുന്ന മനോഹര നീരൊഴുക്കുകളെ കുറിച്ചല്ല, കുഞ്ഞാട് നമ്മെ മേയിച്ചു കൊണ്ടുപോകുന്ന ജീവജല നദിയുടെ ആ ഉറവിങ്കിലേക്കുള്ള യാത്രയെ കുറിച്ചല്ല. സ്വർഗത്തിലും പാടുന്ന പാട്ട്, ആ പാട്ടിലും കേൾക്കുകയാണ്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും ജാതിയിൽ നിന്നും വംശത്തിൽ നിന്നുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങിയെങ്കിൽ സ്വർഗത്തിലും പ്രശംസിക്കപ്പെടുന്ന പാട്ട് ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചുള്ള പാട്ടെങ്കിൽ ക്രൂശ് ജയത്തിന്റെ ചിഹ്നമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ ക്രൂശ് ഒരു യാദൃച്ഛിക സംഭവമായിരുന്നില്ല. ക്രൂശ് മരണം മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചതായിരുന്നു. ഇതിൽ ലളിതമായൊരു മരണം ആഴ്ചകൾക്കപ്പുറത്ത് യേശുവിനെ തേടി വന്നതാണ്. കല്ലെറിഞ്ഞുള്ള മരണം. അവർ അവനെ കല്ലെറിവാൻ തയ്യാറായി, കല്ലെടുത്തു. എറിവാൻ കല്ലെടുത്തപ്പോൾ യേശു അവിടെ നിന്ന് അകന്നു കളഞ്ഞു. എന്തതിൻ്റെ അർത്ഥം? ക്രൂശ് തൻ്റെ അരികിലേക്ക് വരുമ്പോൾ യേശു കരനീട്ടി കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ ക്രൂശിക്കുക. അതിൻ്റെ അർത്ഥം അവിടുന്ന് തിരഞ്ഞെടുത്ത മരണം അത് യാദൃച്ഛികമായിരുന്നില്ല. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിക്കപ്പെട്ടവൻ ആ മരണം തിരഞ്ഞെടുക്കാൻ കാരണം അത് പിതാവിൻ്റെ തിരുഹിതത്തിലെ പദ്ധതിയായിരുന്നു, അവിടുത്തെ ഹിതത്തിലെ പദ്ധതി. അത് എന്ത് എന്ന് പറഞ്ഞ് നമുക്ക് ഈ യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കാനാണ് യേശു കാൽവരിയുടെ കൊല്ലമരത്തിൽ ക്രൂശിക്കപ്പെട്ടത്. എങ്ങനെ? യോഹന്നാൻ പറയുന്നു, കാൺവീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. ഇതുവരെ കൊടുത്തതെല്ലാം ഒന്നും ഗുണമില്ലാത്ത സ്തോത്രമാണ്, ഒരു കാശിനും കൊള്ളാത്ത ആരാധനയാണ്. എൻ്റെ ആരാധനയുടെ വലിപ്പം കണ്ടല്ല അവൻ എന്നെ സ്നേഹിച്ചത്. എത്ര പേർ തിരിച്ചറിയുന്നു, ഞാൻ കൊടുത്തതൊന്നും അവൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ മതിയാകയില്ല.
പര്യാപ്തമാകാത്ത 100 നന്മകൾക്ക് തത്തുല്യമായി ഒന്നും കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും ഒരിക്കലും എന്നെ പഴിക്കാത്തവൻ, ഒരിക്കലും എന്നെ നിന്ദിക്കാത്തവൻ, എൻ്റെ കുറവ് പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്താത്തവൻ, കാൻമീ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകി. ആ സ്നേഹത്തിൻ്റെ തീവ്രഭാവം അതാണ് കാൽവറിയിൽ ദ്യോതിക്കുന്നത്. ആ കാൽവരിയുടെ കൊലക്കളത്തിൽ നമുക്കായി ഒരുക്കി തന്ന പുണ്യാക രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അടുത്ത മകലെയും ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ കാൽവലൊഴുക്കിയ പുണ്യാക രക്തം മുഴുവൻ മനുഷ്യരാശിയുടെയും പാപത്തിൻ്റെ പ്രായശ്ചിത്തമെങ്കിൽ മനുഷ്യരെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കാൻ, ദൈവപുത്രനെ ക്രൂശിൽ തകർത്ത് കളവാൻ പിതാവിന് തോന്നിയ ഇഷ്ടം മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുവാൻ കാരണമായി തീർന്നെങ്കിൽ അവൻ്റെ ക്രൂശ് ഭരണത്തിൽ ആര് വിശ്വസിക്കും? അവർക്ക് പാപമോചനമുണ്ട്, അവർക്ക് രോഗശാന്തിയുണ്ട്, അവർക്ക് യേശുവിനോട് ചേർന്നുള്ള നിതാന്തമായ നിത്യതയുടെ കവാടങ്ങൾ തുറന്നു കിടപ്പുണ്ട്. ആ മനോഹര വഴി കരഗതമാക്കാൻ കഴിയാത്ത ഒരാളെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നെങ്കിൽ യേശുവിൻ്റെ പാതാരബിന്ദങ്ങൾ അടുത്ത് വരിക. അവൻ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഒന്നിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകൂടി ദൈവമക്കൾ അറിയണം. ഇതാ നിർത്തുന്നു. ദൈവത്തിനും എനിക്കും തമ്മിലുള്ള ഒരു പ്രശ്നം പറയാം. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കും ദൈവത്തിനും തമ്മിലുള്ള ഒരു വിടവ് ഞാൻ ബോധ്യപ്പെടുത്താം. ദൈവം സർവശക്തനാണ്, ഞാൻ അങ്ങേയറ്റം ദുർബലനാണ്. ദൈവ സർവജ്ഞാനിയാണ്, ഞാൻ അപാകതകളുള്ളവനാണ്. ഞാൻ കുറവുകളുടെ സങ്കലനമാണ്, അവൻ പൂർണ്ണതയുടെ തികവാണ്. ഒരിക്കലും ഞങ്ങൾ തമ്മിൽ യോജിക്കില്ല. ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഒരു കാന്തത്തിൻ്റെ 2 അഗ്രങ്ങളിൽ പിടിപ്പിച്ച ഇരുമ്പ് ദണ്ടുകൾ പോലെയാണ്. അവയുടെ അഗ്രം ഒന്ന് കൂട്ടി വിളക്കാൻ നോക്കിക്ക് മുട്ടൂല, അത് വികർഷിച്ച് വികർഷിച്ച് വികർഷിച്ചു പോകും. അതല്ലേ സത്യം? ഇതുപോലെ ദൈവവും ഞാനും. ഞാൻ ശ്രമിച്ച് ദൈവത്തിൻ്റെ അരികിലേക്ക് അങ്ങോട്ട് ചൊല്ലുമ്പോൾ അവൻ്റെ വിശുദ്ധി നിമിത്തം എനിക്കവനെ സ്പർശിക്കാനാവാതെ അവൻ അകന്നകന്നകന്ന് മാറും. അവൻ എന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ പറയും, അയ്യോ വരരുത്, ഞാൻ അശുദ്ധ മനുഷ്യൻ, കുറവുള്ള മനുഷ്യൻ, എന്നിലേക്ക് വരരുത് പ്ലീസ്. എന്നെയും ദൈവത്തെയും തമ്മിൽ യോജിപ്പിക്കാൻ ഒരു മധ്യസ്ഥൻ ആവശ്യമുണ്ട്, ഇടിവിൽ നിൽക്കാൻ ഒരു വ്യക്തി ആവശ്യമുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് ചില യോഗ്യത വേണം. എന്താണ് ആ യോഗ്യത എന്നറിയണ്ടേ? ഞാനും ഈ പാസും തമ്മിൽ ഒരു തർക്കമുണ്ടായെന്ന് കുട്ടിക്കോ, ഈ തർക്കത്തിന് മാധ്യസ്ഥം വഹിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ന്യായം നിഷേധിക്കാൻ പാടില്ല, പാസ്റ്ററുടെ ന്യായം നിഷേധിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് ഇരുവർക്കും ഒരുപോലെ ന്യായം പാലിച്ച് തരണമെങ്കിൽ ഈ വരുന്ന മധ്യസ്ഥന് എൻ്റെയും ഈ ദൈവദാസൻ്റെയും മനസ്സ് ഒരുപോലെ അറിയാനായിട്ട് സാധിക്കണം. ഞങ്ങൾക്ക് രണ്ടിനും മധ്യ നിൽക്കുന്ന ആൾക്ക് സ്വന്തം കഴിവിനാൽ ഈ പ്രശ്നം പരിഹരിക്കുന്ന നീതിബോധമുള്ള ആളായിരിക്കണം. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനായി വരുന്നവനാരോ അവൻ ദൈവത്തിന്റെ മനസ്സറിഞ്ഞിരിക്കണം, എൻ്റെ ദൗർബല്യം അറിഞ്ഞിരിക്കണം, ദൈവത്തിന്റെ ശക്തി അറിഞ്ഞിരിക്കണം, എൻ്റെ കുറവറിഞ്ഞിരിക്കണം, നിതാന്ത നിത്യതയുടെ ഉടമയായ ദൈവജീവിതത്തിന്റെ ആകത്തുക അറിഞ്ഞിരിക്കണം, മനുഷ്യ ജീവിതത്തിന്റെ പരിമിതി അറിഞ്ഞിരിക്കണം. എന്തു ചെയ്യും? എനിക്കും ദൈവത്തിനും മധ്യേ നിൽക്കാൻ കെൽപ്പുള്ള ഒരൊറ്റ മധ്യസ്ഥനും ഉലകത്തിൽ ഇന്നുവരെ ജന്മം കൊണ്ടിട്ടില്ല. ഉലകത്തിൽ അതിനാർക്കും സാധിക്കയില്ല. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അകറ്റുന്ന ഈ വലിയ വിടവ് നികത്താൻ എന്താണ് വഴി? അതിനൊരു ഉദാഹരണം പറഞ്ഞതാ ഇങ്ങനെ അവസാനിപ്പിക്കാം. അടുക്കാത്ത 2 ഘടകങ്ങളെ അടുപ്പിക്കുന്നതിനാണല്ലോ മധ്യസ്ഥൻ വേണ്ടത്. എന്താണ് ആ മധ്യസ്ഥൻ്റെ പ്രത്യേകത അറിയുക. കോർട്ടും ഗവൺമെൻറ്റും തമ്മിൽ ഒരു തർക്കമുണ്ടായി, കോടതിയും ഗവൺമെൻറ്റും തമ്മിൽ. നോക്കണം, 400 പരം കുട്ടികൾ എഞ്ചിനീയറിങ്ങിന് പരീക്ഷ എഴുതി, പക്ഷെ കോളേജിന് അഫിലിയേഷൻ ഇല്ലാതെ വരുമ്പോൾ UGC അംഗീകരിക്കുന്നില്ല, കോഴ്സിന് അക്രഡിറ്റേഷൻ ഇല്ല. ഇതാ അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നു, കോടതി ഉത്തരവിട്ടിരിക്കുന്നു, ഈ കുട്ടികളെ സ്വീകരിക്കാൻ പാടില്ല. ഗവൺമെൻറ് വാദിക്കുന്നു, അയ്യോ അവരുടെ ഭാവി പോകുന്ന വിഷയമാണ്. ഗവൺമെൻറ് വക്കീൽ പറയുന്നു, ബഹുമാനപ്പെട്ട കോർട്ട് ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, ഈ കുഞ്ഞുങ്ങളുടെ ഭാവി പരിപാടിയിലാകും. UGC പറയും സാധ്യമല്ല, നോംസ് തെറ്റിച്ചിരിക്കുന്നു, നിയമപരമായ ആ കടമ്പകളൊക്കെ അവർ തെറ്റിച്ചിരിക്കുന്നു. കോടതി എങ്ങനെ വിധി പറയുമെന്നറിയണ്ടേ? കോടതിക്ക് കരുണയല്ല, നീതിബോധമാണ്. കോടതിക്ക് കാരുണ്യമല്ല, കാർക്കശ്യ ബുദ്ധിയാണ്. അതിനാ മുഖം മൂടി മറച്ചു കെട്ടിയിരിക്കുന്ന ഒരു ശില്പം, കയ്യിലൊരു തുലാസം പിടിച്ചിരിക്കുന്നത്, തൊട്ടുമുമ്പിൽ നിൽക്കുന്ന ആൾ ആരെന്നറിയാതെ വിധി പുറപ്പെടുവിക്കുന്ന നീതിപീഠം പറയും, ഈ 400 കുട്ടികളും അവരുടെ ഭാവിയല്ല ഇവിടെ വിഷയം, മറിച്ച് ഇതിനകത്തൊരു നീതിബോധം, അവർ നിയമം ലംഘിച്ചിരിക്കുന്നു. നിയമം ലംഘിക്കുന്ന കണ്ടുപിടിക്കുന്ന ആ കോടതിയുടെ പേരാ ദൈവം. അവൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ കുറ്റമല്ലാതെ ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കയില്ല. ഞാൻ ഇന്ന് ചെയ്തതും നിങ്ങൾ ഇന്ന് ചെയ്തതുമൊക്കെ അപരാധങ്ങളാണ്, കുറ്റങ്ങളാണെങ്കിൽ ഈ കുറ്റം എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒന്നിച്ചിരിക്കെ നീതിബോധമുള്ള ആ കോടതി എനിക്ക് ശിക്ഷ വിധിക്കുമ്പോൾ, ഗവൺമെൻറ്റും കോടതിയും 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുമ്പോൾ, ഇതൊന്ന് പറഞ്ഞ് ഈ 2 കൂട്ടരെയും തമ്മിൽ യോജിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ?
ഉണ്ട്. അതിന് നമ്മുടെ രാജ്യം ചെയ്തു വെച്ചിരിക്കുന്ന സിസ്റ്റമുണ്ട്. അമിക്കസ് ക്യൂറി എന്നാണ് പറയുക. എന്താ? അമിക്കബിൾ സെറ്റിൽമെൻറ്റ് നടത്തുക. കോർട്ടിനും ഗവൺമെൻറ്റിനും ഇടയിൽ നിൽക്കുന്ന ആള് അത് മറ്റൊരു ന്യായാധിപതി തന്നെ ആയിരിക്കും. അനേക കേസുകളിൽ വിധി പറഞ്ഞു ശീലമുള്ള ഒരു തത്തുല്യ കോടതിയെ നിയമിക്കുക. ഗവൺമെൻറ്റിൻ്റെ അകപ്പെട്ടിരിക്കുന്ന വിഷമവൃത്തം അദ്ദേഹത്തിനറിയാം, കോടതിയുടെ നീതിബോധം അദ്ദേഹത്തിനറിയാം. രണ്ടും ഒരുപോലെ അറിയാവുന്നവൻ കോടതിയെ ബോധ്യപ്പെടുത്തും. ബഹുമാനപ്പെട്ട കോടതി, ഒരു കരുണ കാട്ടിയേ പറ്റൂ, ഒപ്പം കോടതിയുടെ നീതിബോധം സൂക്ഷിക്കാൻ ഞാനൊരു വഴി പറയാം. എന്താണ് വഴി? ഭരണകൂടത്തിൽ പറയും, ഇവരെ കൂടി ഒരു മുൻകാല പ്രാബല്യമുള്ള ഒരു നിയമമുണ്ടാക്കിക്കൊണ്ട് നിയമപരിരക്ഷയിലൂടെ അകത്ത് കിടത്തുക. ആ നിയമപരീക്ഷയ്ക്ക് അകത്തുകൂടി അവർ വരുമ്പോൾ അവരും അംഗീകരിക്കപ്പെട്ടവരാകും. ഇതുപോലെ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ തർക്കമുണ്ടാകുമ്പോൾ മധ്യസ്ഥനായി ഇറങ്ങി വന്ന ഒരു അമിക്കസ് ക്യൂറിയുടെ പേരാണ് കർത്താവ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. അവന് ദൈവത്തിന്റെ നീതിബോധം അറിയാ, എന്റെ പരിമിതി അറിയാ. നാം പൊടിയെന്നവൻ ഓർക്കുന്നു. അവൻ എന്റെ പ്രകൃതി അറിയുന്നു, അവൻ എന്റെ കുറവുകൾ അറിയുന്നു. അവൻ കുറവുകൾ അറിഞ്ഞിട്ട് ഒരു പുതുനിയമം ചമച്ചിട്ട് ആ നിയമത്തിന്റെ പരിരക്ഷ എനിക്ക് നൽകിയിട്ട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. സകല മനുഷ്യരാശിയെയും ദൈവത്തെങ്കിലേക്ക് നയിക്കാൻ അവൻ എന്റെയും നിങ്ങളുടെയും ശിക്ഷ ഈ ക്രൂശ് മരത്തിൽ ആവാഹിച്ചപ്പോൾ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെ, എത്തരത്തിലുള്ള സമ്പന്നത! ഉലകത്തിലെ മുഴുവൻ മനുഷ്യരെയും വീണ്ടെടുപ്പിന്റെ വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ആ പുണ്യാക രക്ത മുഖാന്തരം അവൻ സമ്പന്നനായെങ്കിൽ, ഈ രാത്രി വചനം കേൾക്കുന്നവരെ, അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പ് കരഗതമാക്കാൻ കഴിയാത്ത ഒരാളെങ്കിലും ഈ രാത്രി സന്ദേശം കേൾക്കുന്നെങ്കിൽ യേശുവിലേക്ക് വരിക. ആ പാപരഹിത ജീവിതത്തിൻ്റെ ഉദാത്ത ജീവിത മാതൃകയെ പിന്തുടരുക. കണ്ണുകളടയ്ക്കുക, പ്രാർത്ഥനയ്ക്ക് ഒരുമ്പെടുക. എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കുക. ദൂരത്തും ചാരത്തും ഇരിക്കുന്നവരെ, ഈ ക്രൂശിൻ്റെ മഹത്വം നമ്മുടെ വീണ്ടെടുപ്പാകട്ടെ, നമ്മുടെ വിടുതലാകട്ടെ. ഈ ക്രൂശിൻ്റെ മഹത്വം നമുക്ക് രോഗശാന്തിയാകട്ടെ. ആ ക്രൂശ് നമുക്ക് ഇതുവരെ കാണാത്ത ദൈവത്തോടുള്ള നിരപ്പാകട്ടെ. ആ നിരപ്പിലേക്ക് നമുക്ക് നടന്നെടുക്കാം. എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കുമ്പോൾ അനുയോജ്യമാകുന്ന ഒരു ഗാനം കൊയറാലപിക്കും. ആ ഘട്ടത്തിൽ കർത്തൃത്വന്മാർ തുടർന്നുള്ള ശുശ്രൂഷകൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരും.